മക്കളെ, എല്ലാവർക്കും ചെല്ലയുടെ ഓണം സൂപ്പർ ചാർട്ട് സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലിവിംഗ് വേൾഡ്, അത് കഴിഞ്ഞിട്ടുള്ള ആനിമൽ കിങ്ഡം എന്നീ ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ദാറ്റ് ഇസ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് പോണത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആനിമൽ ടിഷ്യൂസ്, അതോടൊപ്പം തന്നെ കോക്രോച്ച് ഒക്കെ പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഏരിയാസ് ഒക്കെ ഡിലീറ്റഡ് ആണ്. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ആകെ ആ ഒരു ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്ത് മാത്രമാണെന്നറിയോ? അതാണ് ഫ്രോഗ്. ഓക്കെ, അപ്പൊ ഫ്രോഗിനെ കുറിച്ച് മാത്രമേ നമുക്ക് ആ ഒരു ചാപ്റ്റർ ഇപ്പോൾ പഠിക്കാനായിട്ടുള്ളൂ, നിങ്ങളുടെ നിലവിലെ സിലബസ് പ്രകാരം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റിവൈസ് ചെയ്യാനായിട്ട് പോണ ടോപ്പിക് എന്താ? ഫ്രോഗ് ആണ് കേട്ടോ. അപ്പൊ ഫ്രോഗിനെ കുറിച്ച് മാക്സിമം കാര്യങ്ങൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അതെല്ലാം നമ്മൾ റിവൈസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നും ഇതുവരെയ്ക്ക് അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ആനിമൽ ടിഷ്യൂസും അതോടൊപ്പം തന്നെ കോക്രോച്ചും ഒക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഫ്രോഗിനെ കുറിച്ച് അങ്ങനെ ഇതുവരെയും ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, കാരണം പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഫ്രോഗ് ഒക്കെ ആഡ് ചെയ്തത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താ മാക്സിമം ഈ ഒരു സെക്ഷൻ, നമ്മൾ ഫ്രോഗിനെ കുറിച്ചുള്ള സെക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് റിവൈസ് ചെയ്ത് തന്നെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ നമ്മൾ നോക്കി പോണത്. ഓക്കെ, അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ഫ്രോഗിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളതെന്ന് നോക്കാം. മക്കളെ, നമ്മൾ ആനിമൽ കിങ്ഡം ചാപ്റ്ററിനകത്ത് ഫ്രോഗിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് ആംഫീബിയൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് അവർ വരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഫ്രോഗിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. ഫ്രോഗ്സ് ക്യാൻ ലിവ് both on land and in fresh water and belongs to the class Amphibia or phylum Chordata. Phylum Chordataയിലെ ക്ലാസ് ആംഫീബിയ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലാണ് ഫ്രോഗ് ഉൾപ്പെടുന്നത്. നമുക്കറിയാം ഫ്രോഗിന്റെ പ്രത്യേകത എന്താ? അവർക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇവർ ഉൾപ്പെടുന്ന ക്ലാസിന്റെ പേരെന്താണ്? ഇവർ വരുന്ന ക്ലാസിന്റെ പേരാണ് എന്തെന്ന് പറയാ? ക്ലാസ് ആംഫീബിയ എന്ന് പറയാം. മറക്കരുത്, ക്ലാസ് ആംഫീബിയയിലെ ഫൈലം കോർഡേറ്റയിലാണ് ആര് ഉൾപ്പെടുന്നത്? ഫൈലം കോർഡേറ്റയിലെ ക്ലാസ് ആംഫീബിയയിലാണ് ആര് ഉൾപ്പെടുന്നത്? ഫ്രോഗ് ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം ആനിമൽ കിങ്ഡത്തിനകത്ത് വരുന്നതാണ് ഫൈലം കോർഡേറ്റ. ഈ ഫൈലം കോർഡേറ്റയ്ക്കകത്ത് വരുന്ന ഒരു ക്ലാസ് ആണ് ഏതെന്ന് പറയുന്നത്? ക്ലാസ് ആംഫീബിയ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമാർന്ന രീതിയിൽ ഓർത്തു വെച്ചേക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ദ മോസ്റ്റ് കോമൺ സ്പീഷീസ് ഓഫ് ഫ്രോഗ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ സ്പീഷീസ് ഓഫ് ഫ്രോഗ് ഏതാണ്? വേണമെങ്കിൽ ഇപ്രാവശ്യത്തെ എക്സാമിന് അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, മോസ്റ്റ് കോമൺ സ്പീഷീസ് ഓഫ് ഫ്രോഗ് ഫൗണ്ട് ഇൻ ഇന്ത്യ. 1 മാർക്കിന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ആ ഫ്രോഗിന്റെ സയന്റിഫിക് നെയിം വേണ്ടേ നമ്മൾ എഴുതാനായിട്ട്? അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഫ്രോഗ് സ്പീഷീസിന്റെ പേര് എന്താണ്? റാണ ടൈഗ്രിന. മറന്നു പോകരുത്, റാണ ടൈഗ്രിന. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഫൈലം കോർഡേറ്റ, ക്ലാസ് ആംഫീബിയ. അതോടൊപ്പം തന്നെ ഓർത്തു വെച്ചിരിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ സയന്റിഫിക് നെയിം, ഇന്ത്യൻ ഫ്രോഗ് സ്പീഷീസിന്റെ സയന്റിഫിക് നെയിം റാണ ടൈഗ്രിന. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇവരുടെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഓക്കെ, എന്തൊക്കെ പ്രത്യേകത ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ദേ ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ഓർ പോയിക്കിലോതേർമസ് എന്ന് വിളിക്കാം. മക്കളെ, ഇവരെന്തുകൊണ്ടാണ് കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോതേർമിക് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടെമ്പറേച്ചറിന് അനുസൃതമായിട്ട് ഇവർക്ക് ഇവരുടെ ബോഡി ടെമ്പറേച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ല അല്ലേ. അപ്പൊ അതായത് ഇവരുടെ ബോഡി ടെമ്പറേച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറമേ ഉള്ള ടെമ്പറേച്ചറിനനുസരിച്ച് ഇവർക്ക് അത് ചേഞ്ച് ചെയ്യാൻ, ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഇവർക്ക് ഇല്ല. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കുക? കോൾഡ് ബ്ലഡഡ് ആനിമൽസ് അല്ലെങ്കിൽ പോയിക്കിലോതേർമസ് എന്ന് വിളിക്കുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്യാം. അടുത്ത് നോക്കുക. അടുത്തത് ഇവരുടെ ഒരു പ്രോപ്പർട്ടി പറയാണ്. കാമഫ്ലേജ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കാമഫ്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്രോഗുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ പറയുന്ന ഡ്രൈ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു ഫ്രോഗ്, അതിന്റെ എന്താ പറയാ, ആ ഒരു എൻവയോൺമെന്റ് എന്താണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ഫ്രോഗിന്റെ ഫീച്ചേഴ്സ് ഫീൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു പച്ച ഒരു പുൽ മൈതാനത്ത് കാണപ്പെടുന്ന ഒരു ഫ്രോഗ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കളറായിരിക്കും ആർക്ക് കാണപ്പെടുക? ആ ഒരു ഫ്രോഗിന് കാണുക അല്ലേ. അപ്പൊ അതെന്താ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാമഫ്ലേജ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതെന്താന്ന് നോക്കിയേ, ദേ ഹാവ് ദി എബിലിറ്റി ടു ചേഞ്ച് ദ കളർ ടു ഹൈഡ് ദം ഫ്രം ദി എനിമീസ്. അതായത് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ബോഡിയുടെ കളറൊക്കെ അവർക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കാമഫ്ലേജ് എന്ന് പറയാം. അതായത് എൻവയോൺമെന്റിനനുസൃതമായി അവർ ജീവിക്കുന്ന എൻവയോൺമെന്റിനനുസരിച്ച്, പരിസ്ഥിതിക്ക് അനുസരിച്ച് അവരെന്തോ ചെയ്യും? അവരുടെ ആ ഒരു കളർ ചേഞ്ച് ചെയ്യില്ലേ.
മക്കളെ അതിനെയാണ് കാമഫ്ലേജ് എന്ന് പറയാ. ദിസ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ ഇസ് കോൾഡ് മിമിക്രി. പ്രൊട്ടക്റ്റീവ് കളറേഷൻ മിമിക്രി എന്ന് പറയും. അതായത് ആക്ച്വലി അവർ എന്ത് ചെയ്യാം, മിമിക്രിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ വേറെ ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു ഓർഗാനിസത്തിൽ, ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡി പാർട്ടോ ഏതെങ്കിലും ഒരു ഭാഗവുമായിട്ട് ഇവർ അവരുടെ ശരീരം അവർ റിസംബിൾ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഇരിക്കുന്ന രീതിയിൽ അവർ പെരുമാറുകയാണെങ്കിൽ, അതുപോലെ മാറപ്പെടുകയാണെങ്കിൽ അത് മിമിക് ചെയ്യുകയാണ്, മറ്റൊന്നിനെ പോലെ റിസംബിൾ ചെയ്യുകയാണ്. അപ്പൊ അതെന്താണ്, മിമിക്രി അല്ലേ. അപ്പൊ അതിന് നമുക്ക് മിമിക്രി എന്ന് പറയാം. എൻവയോൺമെന്റിനനുസരിച്ച് അവർ എന്ത് ചെയ്യാൻ, കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് കാമഫ്ലേജ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു 2 കേസും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദേ ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ കളർ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്, എനിമീസിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് കാമഫ്ലേജ്. അത് കഴിഞ്ഞ് എന്താ പറയുക, ദിസ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ. ഈ പ്രൊട്ടക്റ്റീവ് കളറേഷൻ എന്താ വിളിക്കാം, മിമിക്രി. ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡാഷ് ഇട്ടൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന രീതിയിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ കാമഫ്ലേജ്, മിമിക്രി, ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. പ്രൊട്ടക്റ്റീവ് കളറേഷനെ മിമിക്രി എന്നും എനിമീസിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നതിന് കാമഫ്ലേജ് എന്നുമാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഫ്രോഗ്സ് ആർ നോട്ട് സീൻ ഡ്യൂറിങ് പീക്ക് സമ്മർ ആൻഡ് വിന്റർ. അതായത് എക്സ്ട്രീം സമ്മറിലും എക്സ്ട്രീം വിന്റർ കണ്ടീഷനിലും നമുക്ക് ആരെ കാണാനായിട്ട് സാധിക്കത്തില്ല, തവളകളെ കാണാനായിട്ട് സാധിക്കത്തില്ല. അതെന്താ അങ്ങനെ? അപ്പൊ അതെന്താ അങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് എന്താ ചെയ്യണേന്ന് നോക്കി. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദേ ടേക്ക് ഷെൽട്ടർ ഇൻ ഡീപ് ബെറോസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം എക്സ്ട്രീം ഹീറ്റ് ആൻഡ് കോൾഡ്. അതായത് അധികമായ ചൂടും അധികമായ തണുപ്പും വരുമ്പോൾ അവർക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിനെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടായോ. അപ്പൊ അതിനുവേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഏതെങ്കിലും മാളത്തിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാത്ത അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം കുറച്ച് ഇവർ അവിടെ പോയി ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഏതെങ്കിലും മാളത്തിലൊക്കെ പോയി ഇങ്ങനെ പതുങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന എക്സ്ട്രീം ടെമ്പറേച്ചർ കണ്ടീഷനിൽ, ഫോർ എക്സാമ്പിൾ എക്സ്ട്രീം സമ്മർ സീസണിൽ, എക്സ്ട്രീം വിന്റർ സീസണിലൊന്നും നമുക്ക് ആരെ കാണാൻ പറ്റത്തില്ല, ഫ്രോഗിനെ കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അവർ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഏതെങ്കിലും മാളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മളെ മക്കളെ ഇതിനൊരു പേര് വിളിക്കുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിന് ഒരു പേര് വിളിക്കുന്നുണ്ട്. നോക്കിയേ, ദിസ് ഇസ് നോൺ ആസ് സമ്മർ സ്ലീപ്പ്. അപ്പന്മാരെന്തോ ചെയ്തതാ, ഇതുപോലെ ഏതെങ്കിലും മാളത്തിൽ പോയി എക്സ്ട്രീം ചൂടുള്ള സമയത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമല്ലോ, അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം കുറച്ചൊന്ന് ഉറങ്ങുവാന്ന് നിങ്ങളങ്ങ് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ അവർ ആ ഒരു സമ്മർ സീസണിലല്ലോ ഇങ്ങനെ കാണിക്കുന്നേ. അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, സമ്മർ സ്ലീപ്പ് എന്ന് വിളിക്കണം. ഓക്കെ, അതിനെന്താ വിളിക്കുക, സമ്മർ സ്ലീപ്പ്. അപ്പൊ അതിനൊരു 1 വേർഡ് കൂടെ പഠിച്ചു വെച്ചേക്കണം. സമ്മർ സ്ലീപ്പിന്റെ 1 വേർഡ് ആണ് എസ്റ്റിവേഷൻ. എന്താ വിളിക്കുന്നേ, എസ്റ്റിവേഷൻ. സമ്മർ സ്ലീപ്പിന്റെ 1 വേർഡ് എസ്റ്റിവേഷൻ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ പഠിക്കാം, സമ്മർ സ്ലീപ്പിന് മറ്റൊരു പേരുണ്ട് എസ്റ്റിവേഷൻ. ഓക്കെ ആണേ. അങ്ങനെയാണ് ഇവന്മാർ എക്സ്ട്രീം ഹോട്ട് കണ്ടീഷനിൽ ഇതുപോലെ പോയി കിടന്നുറങ്ങി. അങ്ങനെയാണെങ്കിൽ വേറൊരു കേസും കൂടെ നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കുക. ഇതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പുള്ള സമയത്തും ഇവന്മാർ പിന്നെയും പോയി കിടന്ന് മൂടി പൊതിച്ചടന്ന് ഉറങ്ങുമെന്ന് വിചാരിക്കുക. അതായത് എക്സ്ട്രീം തണുപ്പുള്ള കണ്ടീഷനിലും ഇവരെന്ത് ചെയ്യാണ്, ഇതുപോലുള്ള മാളങ്ങളിൽ പോയിട്ട് ഇവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം കുറച്ച് അവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ വിന്റർ സ്ലീപ്പ്. ഓക്കെ, വിന്റർ സ്ലീപ്പ്. അതിനും ഇതുപോലൊരു 1 വേർഡ് ഉണ്ട്. വിന്റർ സ്ലീപ്പ് നമ്മൾ വിളിക്കുന്ന 1 വേർഡ് എന്താന്ന് നോക്കി. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈബർനേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ ചോദിച്ചുകൂടായോ? അപ്പൊ മക്കളെ, എസ്റ്റിവേഷൻ എന്ന് പറയുമ്പോൾ എന്താ, സമ്മർ സ്ലീപ്പ് ആണ്. ഹൈബർനേഷൻ എന്ന് പറയുമ്പോഴത്തേന് എന്താണ്, വിന്റർ സ്ലീപ്പ് ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിട്ടുള്ള സമ്മറിലും വിന്ററിലും ഒക്കെ എക്സ്ട്രീം ആയിട്ട് വരുന്ന സമയത്താണ്, ആ സമയത്ത് ഇവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം കുറച്ചേച്ച് ഇവരെന്ത് ചെയ്യുക, ബെറോസിലൊക്കെ പോയി പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ സമ്മർ സ്ലീപ്പ്, വിന്റർ സ്ലീപ്പ് എന്ന് പറയാ. സമ്മർ സ്ലീപ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എസ്റ്റിവേഷൻ. വിന്റർ സ്ലീപ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹൈബർനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ഫ്രോഗിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണ്. മക്കളെ, മോർഫോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ പഠിച്ചിരിക്കുന്നവരാണ്. നമ്മൾ റിവൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മോർഫോളജി എന്ന് പറയുമ്പോൾ എന്താ, പുറമേ ഉള്ള സവിശേഷത, ഒരു ഓർഗാനിസത്തിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാ, മോർഫോളജി എന്ന് പറയാം. അപ്പൊ ഫ്രോഗിന്റെ കേസിൽ നമ്മൾ അവരുടെ പുറമേ ഉള്ള സവിശേഷതകളെ കുറിച്ച് പറയാനായിട്ട് പോവാം. മക്കളെ, അവരുടെ പുറമേ ഉള്ള സവിശേഷത എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ സ്കിൻ എങ്ങനെയാ, നല്ല കട്ടിയുള്ളതെങ്ങാണോ ആണോ, അല്ലെങ്കിൽ പരിപരുത്തയാണോ, അല്ല അല്ലെ. അപ്പൊ ഇവരുടെ സ്കിൻ, ഞാൻ ഇവിടെ പറയുന്നത് റാണ ടൈഗ്രീന എന്ന് പറയുന്ന ഇന്ത്യൻ ഫ്രോഗ് സ്പീഷീസിന്റെ കേസാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള റാണ ടൈഗ്രീനയുടെ സ്കിന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്കിൻ എങ്ങനെയാണെന്നാ പറയുന്നത്, ഇത് സ്മൂത്ത്. എങ്ങനത്തുള്ള സ്കിന്നാണ്, സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നാണ്. മറന്നുപോരുത്, സ്മൂത്ത് സ്കിന്നാണ്. അതോടൊപ്പം തന്നെ സ്കിൻ എങ്ങനെയുള്ളതാണെന്ന് അറിയോ, സ്ലിപ്പറി ആണ്, വഴുവഴുത്തതാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സ്ലിപ്പറി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, മ്യൂക്കസ് ഉണ്ട്. വളരെ ഇങ്ങനെ വഴുവഴുത്ത ഒരു സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഒരു മ്യൂക്കസ് ആ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ലിപ്പറി ആയിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് ഫീൽ ചെയ്യണത് ഫ്രോഗിന്റെ കേസിൽ.
ഓക്കെ, അപ്പൊ ഫ്രോഗിന്റെ കേസിൽ സ്കിൻ സ്മൂത്ത് ആണ്, സ്ലിപ്പറി ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മ്യൂക്കസ്. ഇനി അടുത്ത് നോക്കി, ദ സ്കിൻ ഇസ് ഓൾവേസ് മെയിൻറ്റൈൻഡ് ഇൻ എ മോയിസ്റ്റ് കണ്ടീഷൻ. എല്ലായ്പ്പോഴും അവരെന്തോ ചെയ്യും, അവരുടെ ആ ഒരു സ്കിന്ന് മോയ്സ്റ്റ് നനവാർന്ന രീതിയിൽ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോയ്സ്റ്റ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലായ്പ്പോഴും അവരുടെ സ്കിൻ ഏത് ലെവലിൽ നിർത്താൻ ശ്രദ്ധിക്കാറുണ്ട്, മോയ്സ്റ്റ് സ്കിൻ അല്ലെ, മോയ്സ്റ്റ് സ്കിന്നാക്കി നിർത്താൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി ജസ്റ്റ് അവർ കളർ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം നോക്കിയേ. ദ കളർ ഓഫ് ദ ഡോർസൽ സൈഡ് ഓഫ് ബോഡി ഈസ് ജനറലി ഒലിവ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഇറഗുലർ സ്പോട്ട്സ്. അതായത് ഈ പറയുന്ന ഫ്രോഗിന്റെ ശരീരത്തിന്റെ ഡോർസൽ സൈഡ്, മക്കളെ ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്, ഈ കാണുന്നത് മുതുക് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു ഭാഗം. അപ്പോൾ ഇതാണ് ഡോർസൽ സൈഡ്. വെൻട്രൽ എന്ന് പറയുമ്പോൾ ആ വയറ് വരുന്ന ഏറ്റവും താഴ്വശം. ഓക്കെ, അപ്പൊ ഡോർസൽ സൈഡിന്റെ നിറം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാ, ഒലീവ് ഗ്രീൻ കളറാണ് അല്ലെ, ഒലീവ് ഗ്രീൻ. റാണ ടൈഗ്രീന എന്ന ഫ്രോഗിന്റെ ഡോർസൽ വശത്തിന്റെ കളർ എന്ന് പറയുന്നത് ഒലിവ് ഗ്രീൻ ആണ്. അതോടൊപ്പം തന്നെ ഡാർക്ക് ഇറഗുലർ സ്പോട്ടുകളും ഉണ്ട്. ഇറഗുലർ ആയിട്ടുള്ള നല്ല കടുത്ത കളറിലുള്ള ഡാർക്ക് കളറിലുള്ള സ്പോട്ടുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അവരുടെ വെൻട്രൽ സൈഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വെൻട്രൽ സൈഡിന്റെ നിറം എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ആണ്, ലൈറ്റ് യെല്ലോ കളറാണ്. പെയിൽ യെല്ലോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് യെല്ലോ. നോക്കിയാൽ മക്കളെ ഇവിടെ കാണാമെങ്കിൽ ലൈറ്റ് യെല്ലോ കളറല്ലേ അവിടെ കാണുന്നത്. അടുത്തത്, ദ ഫ്രോഗ് നെവർ ഡ്രിങ്ക്സ് വാട്ടർ ബട്ട് അബ്സോർബ് ഇറ്റ് ത്രൂ ദ സ്കിൻ. അപ്പൊ അതൊരു പുതിയൊരു അറിവാണ് അല്ലെ. അതായത് സ്കിന്നിലൂടെയാണ് ഇവർ എന്തിനെ അബ്സോർബ് ചെയ്യണത്, വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നത്. ഫ്രോഗ് ഒരിക്കലും കുടിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല അല്ലെ. അപ്പൊ ഫ്രോഗ് വെള്ളം കുടിക്കുന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്കിന്നിലൂടെ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രോഗിന്റെ മോർഫോളജിയിലെ കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി നോക്കുക, ഇനി നമുക്ക് ഈ പറയുന്ന ഫ്രോഗിന്റെ ബോഡിയെ കുറിച്ച് നോക്കാം. ഇവരുടെ ബോഡി, ഫ്രോഗിന്റെ ബോഡിയെ നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് തന്നെ നോക്കാം. 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. അതിൽ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഹെഡ്, രണ്ടാമത്തെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ട്രങ്ക്. അപ്പോൾ ഫ്രോഗിന്റെ അല്ലെങ്കിൽ റാണ ടൈഗ്രീനയുടെ ശരീരത്തെ നമുക്ക് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ടിനെ വിളിക്കുന്ന പേര് ഹെഡ്, രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ട്രങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡും ഉണ്ട് ട്രങ്കും ഉണ്ട്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഹെഡ് റീജിയൻ, ഈ ബാക്കി വരുന്ന ഭാഗമാണ് ട്രങ്ക് റീജിയൻ. ഓക്കെ, ഇനി ഒരു ഫ്രോഗ് നിങ്ങൾ മനസ്സ് സങ്കല്പിച്ചാൽ തന്നെ ഇവരെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. മക്കളെ ഹെഡും ട്രങ്കും ഉണ്ട്, അതിനർത്ഥം എന്താ, ഇവർക്ക് എന്തൊക്കെ ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഫ്രോഗിന് കഴുത്തും വാലും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർക്ക് നെക്കും ഇല്ല, അതോടൊപ്പം തന്നെ ടെയിലും ഇല്ല. ഓക്കെ, അവർക്ക് നെക്കും ഇല്ല, ടെയിലും ഇല്ല. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടത്. ഇനി ഈ മൗത്തിന് മുകളിലായിട്ട് ഇവർക്ക് ശ്വാസം എടുക്കുന്നതിനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് 2 നോസ്ട്രിൽസ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, മൗത്തിന് മുകളിലായിട്ട് അവർക്ക് എന്തിരിപ്പുണ്ടെന്നാ പറയണത്, ഒരു പേര് നോസ്ട്രിൽസ് ഉണ്ടാകും. പിന്നെ നമ്മളൊരു തവളയെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എന്താ, ആ തവളയുടെ വലിയ ഉരുണ്ട കണ്ണുകളാണ് അല്ലെ, പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ബൾജ് ചെയ്ത് നിൽക്കുന്ന വലിയ കണ്ണുകളല്ലേ. അപ്പോൾ ഇവിടെ ഓർത്തു വെച്ചിരിക്കുക, ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മോർഫോളജിക്കൽ ഫീച്ചർ ആയിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ടത്, their eyes are bulged. ഇവരുടെ കണ്ണുകൾ എങ്ങനെയാണ്, ബൾജ് ചെയ്ത് ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണ് അല്ലെ, their eyes are bulged. ഓർത്തു വെക്കാലോ. ഇനി ഇത് കൂടാതെ ഈ കണ്ണുകൾക്ക് ഒരു സവിശേഷതയുണ്ട്. എന്താ കണ്ണിന്റെ സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they have a simple eyes. ഓക്കെ, അവരുടെ പ്രത്യേകത എന്താണ്, അവർക്ക് സിമ്പിൾ ഐസ് ആണ്. നമ്മളിപ്പോൾ കോക്രോച്ചോ അങ്ങനെയുള്ള ഇൻസെക്റ്റിന്റെ ഒക്കെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൗസ് ഫ്ലൈ പോലെയുള്ള ജീവികളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, കോമ്പൗണ്ട് ഐസ് ആണ്. ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ, കോമ്പൗണ്ട് ഐസ് ആണ്. പക്ഷേ ഫ്രോഗിന്റെ കേസിൽ നമ്മളെപ്പോലുള്ള സാധാരണ സിമ്പിൾ യൂണിറ്റ് ഉള്ള ഐസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് സിമ്പിൾ ഐസ് ആണ് ആർക്കുള്ളത്, ഈ പറയുന്ന ഫ്രോഗുകൾക്കുള്ളത്. ഓക്കെ, ഇനി ഈ കണ്ണുകൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞു കണ്ണുകൾ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവർക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റത്തില്ലയോ തവളകൾക്ക്. അപ്പൊ ഇവർ വെള്ളത്തിൽ കിടക്കുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരുടെ ഈ കണ്ണിൽ വെള്ളം വന്ന് തട്ടിയേച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടാവും. ഓക്കെ, ആ മെംബ്രെയിന്റെ പേര് പഠിച്ചേക്കണേ, ചിലപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ മെംബ്രെയിന്റെ പേരാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. എന്താണെടാ, നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. അപ്പൊ ഐസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന മെംബ്രെയിന്റെ പേരെന്താണ്, നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. അതിന്റെ ഫംഗ്ഷൻ എന്താ, ഇത് പ്രൊട്ടക്ട്സ് ദം വൈൽ ഇൻ വാട്ടർ. അവർ വെള്ളത്തിൽ കിടക്കുമ്പോൾ, ജലത്തിൽ കിടക്കുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെംബ്രെയിന്റെ പേരാണ് എന്തെന്ന് പറയാ, നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അന്നേ. ഇനി അടുത്തത്, ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ഐസ്, കണ്ണുകൾക്ക് ഇരുവശവുമായിട്ട് അവർക്ക് എന്തുണ്ടെന്ന് അറിയോ, ടിംപാനം ഉണ്ട്. ടിംപാനം, മെംബ്രെയിനിയസ് ആയിട്ടുള്ള ടിംപാനം ഉണ്ട്. മക്കളെ ടിംപാനം എന്ന് പറഞ്ഞാൽ ഇയറിന്റെ ഭാഗമാണ് അല്ലെ. അപ്പോൾ ഏതെങ്കിലും തവളയ്ക്ക് നമ്മളെ പോലെ താണ്ട ഈ 2 പിന്നെ ഉണ്ടോ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ചെവിക്കൂടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ തവളയ്ക്ക് എന്തില്ലടാ, പിന്നെ ഇല്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്, ടിംപാനം ഉണ്ട്.
ടിംപാനുമാണ് അവർക്ക് ഇയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ടിംപാനും അകത്തോട്ടുള്ള ഇന്റേണൽ ഇയർ പാർട്സും കാണുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് ടിംപാനം ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ആൻഡ് ഈ ടിംപാനം ആയിരിക്കും സൗണ്ട് എന്ത് ചെയ്യുക, സൗണ്ട് സിഗ്നൽസിനെയൊക്കെ റിസീവ് ചെയ്യണത്. അപ്പൊ ഇവരുടെ കേസിലും ഇയറിന് 2 ഫംഗ്ഷനാണ്. നമ്മളെ പോലെ തന്നെ ഇയറിന് 2 ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കേൾക്കാനും സഹായിക്കും, അതോടൊപ്പം തന്നെ ബോഡി ബാലൻസിങ്ങിനും സഹായിക്കും. അപ്പൊ ഇവിടെ തന്നെ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇയറിന് 2 ഫംഗ്ഷൻ ഉണ്ട്, കേൾക്കാനും സഹായിക്കുന്നു, അതോടൊപ്പം തന്നെ ഇക്വിലിബ്രിയം അഥവാ ബോഡി ബാലൻസിങ്ങിനും സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് ഇനി അവരുടെ കൈകാലുകളെ കുറിച്ചിട്ടാണ്. മക്കളെ, ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകൾ. അപ്പൊ ഇവരുടെ കേസിൽ 4 ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ കേസിൽ നിന്നല്ല മിക്ക ജീവികൾക്കും നമ്മൾ 4 ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളും ഹൈൻഡ് ലിംബുകൾ എന്ന് പറഞ്ഞാൽ കാലുകളുമാണ്. അപ്പൊ തവളയുടെ കേസിൽ, ഇവിടുത്തെ റാണ ടൈഗ്രയുടെ കേസിൽ 4 ലിംബുകൾ, കൈകൾ. അവരുടെ പ്രത്യേകത എന്താന്ന് നോക്കാം. 4 ലിംബുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 limbs that end in 4 digit. അവരുടെ കൈകളിൽ എത്ര വിരലുകളെ ഉള്ളൂ? 4 വിരലുകളെ ഉള്ളൂ കേട്ടോ. 4 limbsൽ എത്ര വിരലുകളെ ഉള്ളൂ? 4 വിരലുകൾ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 limbsൽ കൈകളിൽ 4 വിരലുകളെ ഉള്ളൂ. ഹൈൻഡ് limbs have 5 digit. കാലുകളിൽ എത്ര വിരലുകളുണ്ട്? 5 വിരലുകളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കൈകളും കാലുകളും എന്തിനു വേണ്ടി സഹായിക്കും? അവർക്ക് സ്വിം ചെയ്യാനും ബറോയിങ്ങിനും ലീപ്പ് ചെയ്യാനും അങ്ങനെ പല 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 പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ല, അതുകൊണ്ടാണ് ഞാനത് ഇത്രയും ഡിസ്കസ് ചെയ്യാതെ ഇവിടെ പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കൈകളുമുണ്ട് കാലുകളുമുണ്ട്. അതിൽ കൈകളിൽ എത്ര വിരലുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വിരലുകളും, കാലുകളിൽ എത്ര വിരലുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 5 വിരലുകളും ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി കൈയും കാലും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിരലുകൾ മാത്രമല്ല കേട്ടോ വ്യത്യാസം, വേറൊരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കാലുകൾ എന്ന് പറയുന്നത് ലാർജറും മസ്കുലാറുമാണ്, വലുതുമാണ്, അതോടൊപ്പം തന്നെ മസിൽസും ഉണ്ടാവും അതിനകത്ത്. ഏതിനെ അപേക്ഷിച്ച്? കൈകളെ അപേക്ഷിച്ച്. അതായത് ഈ പറഞ്ഞ റാണ ടൈഗ്രിന എന്ന ഫ്രോഗിന്റെ കൈകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഫ്രോഗിന്റെ കാലുകൾക്ക് എന്താണ്? കാലുകൾ മസ്കുലാറുമാണ്, വലുതുമാണ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. കാലുകളാണ് അത് മസ്കുലാറുമാണ്, അതോടൊപ്പം തന്നെ ലാർജറുമാണ് കൈകളെ കാട്ടിലും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടുത്തത് ഇവരുടെ പാദങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഫീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ദേ ഹാവ് വെബ്ഡ് ഡിജിറ്റ്സ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. വെബ്ഡ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ താറാവുകളുടെയൊക്കെ കാലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിരലുകൾക്കിടയിലായിട്ട് ഇങ്ങനെ എന്താ വല പോലൊരു സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അതുപോലെയുള്ള കാലുകൾ നമുക്ക് ആരിലും കാണാം, ഫ്രോഗിലും കാണാം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക, വെബ്ഡ് ഡിജിറ്റ്സ്. അവരുടെ കാലുകളിൽ അല്ലെങ്കിൽ അവരുടെ ഫീറ്റിൽ എന്തുണ്ട്? വെബ്ഡ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ വെബ്ഡ് ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യണത്? നീന്തുന്നത്. ഓക്കെ, അപ്പൊ നീന്താനായിട്ട് അവരെ സഹായിക്കുന്നത് അവരുടെ ആ ഒരു വെബ്ഡ് ഡിജിറ്റ്സ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രോഗ്സ് എക്സിബിറ്റ് സെക്ഷുവൽ ഡൈമോർഫിസം. അതായത് ഫ്രോഗുകൾ എന്ന് പറയുമ്പോൾ ആൺ തവള ഏത്, പെൺ തവള ഏത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ, ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാമെങ്കിൽ ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആൺതവള ഏതാ പെൺതവള ഏതാന്ന് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൽ ഫ്രോഗ്സ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ സൗണ്ട് പ്രൊഡ്യൂസിംഗ് വോക്കൽ സാക് ആൻഡ് ഓൾസോ എ കോപ്പുലേറ്ററി പാഡ് ഓൺ ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ ഫോർ ലിംബ്. അതായത് ആൺതവളകളുടെ കേസിൽ അവരുടെ കയ്യിൽ അഡീഷണൽ ആയിട്ട് ഒരു വോക്കൽ സാക്ക് ഉണ്ട്. മക്കളെ, വോക്കൽ സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമുണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചർ ആൺതവളകളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പെൺ തവളകളുടെ കയ്യിൽ എന്തില്ല? വോക്കൽ സാക്ക് ഇല്ല. അപ്പൊ നിങ്ങൾ മഴക്കാലമൊക്കെ വരുമ്പോഴേക്കും ഈ പറയുന്ന തവളകൾ ശബ്ദം ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ശബ്ദം ഉണ്ടാക്കുന്ന തവള ഏതാ? ആൺതവളയാണ്. ആരല്ല? പെൺ തവളയല്ല. ക്ലിയർ അല്ലേ? അപ്പൊ ആൺതവളകൾക്ക് എന്തുണ്ട്? വോക്കൽ സാക്ക് ഉണ്ട്. പെൺ തവളകൾക്ക് എന്തില്ല? വോക്കൽ സാക്ക് ഇല്ല. അപ്പൊ ആൺതവളയും പെൺതവളയും തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും. ഓക്കെ, ഇനി വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. ആൺതവളകളുടെ കേസിൽ അവരുടെ 4 ലിംബ് നോക്കിക്കഴിഞ്ഞാൽ, 4 ലിംബിന്റെ ആദ്യത്തെ വിരലിൽ, 4 ലിംബ് എന്ന് പറഞ്ഞാൽ കൈകളുടെ ആദ്യത്തെ വിരലിൽ ഒരു അഡീഷണൽ ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന്റെ പേരാണ് കോപ്പുലേറ്ററി പാഡ് എന്ന് പറയാം. അത് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തി യൂസ് ചെയ്യുന്നതാണ് കോപ്പുലേറ്ററി പാഡ്. ഈ കോപ്പുലേറ്ററി പാഡ് ആരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ? ആൺതവളകളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, പെൺതവളകളുടെ കയ്യിൽ ഇല്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ആൺതവളകളുടെ കയ്യിൽ അഡീഷണൽ ആയിട്ട് 2 സാധനങ്ങളുണ്ട്. എന്തൊക്കെയാ ഉള്ളത്? ഒന്ന് വോക്കൽ സാക്കും ഉണ്ട്, മറ്റൊന്ന് കോപ്പുലേറ്ററി പാഡും ഉണ്ട്. ഇത് രണ്ടും ആരുടെ കയ്യിലില്ല? ഫീമെയിൽ ഫ്രോഗിന്റെ കയ്യിലില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ 2 സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ആൺതവള ഏതാ പെൺതവള ഏതാന്ന് തിരിച്ചറിയാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് ദേ എക്സിബിറ്റ് സെക്ഷുവൽ ഡൈമോർഫിസം. അതുകൊണ്ട് നമുക്ക് പറയാം ഫ്രോഗുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട് എന്ന് പറയാം.
ഓക്കെ, അപ്പൊ ഇവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും. സെക്ഷൽ ഡൈമോർഫിസവുമായി ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അവരുടെ ഈ പറഞ്ഞ കൈകാലുകളെ ബേസ് ചെയ്ത്, ഡിജിറ്റ്സിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ചോദിക്കാൻ ചാൻസ് വേണമെങ്കിൽ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ, കണ്ണുമായി ബന്ധപ്പെട്ട് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ബോഡി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഹെഡ് ട്രങ്ക്, ആ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ചോദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഫ്രണ്ടിലോട്ട് നമ്മൾ പഠിച്ചപ്പം ഹൈബർനേഷൻ എസ്റ്റിവേഷൻ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ചോദിക്കാൻ ചാൻസ് കാമഫ്ലേഗ് മിമിക്രി, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് പോയ്ക്കിലോതോം എന്നുള്ളൊരു കേസ് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ അതായത് ക്ലാസ് ആംഫീബിയ, ഫൈലം കോഡേറ്റ, അവരുടെ സയന്റിഫിക് നെയിം റാണ ടൈഗ്രിന. അപ്പൊ ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇത് ഇത്രയും ഇൻട്രൊഡക്ഷൻ ഏരിയയും മോർഫോളജിയിൽ നിന്നുമാണ് കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻസ് ഇത്രയും ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ മക്കളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ഫ്രോഗിന്റെ അനാട്ടമിയെ കുറിച്ചാണ്. അനാട്ടമി എന്ന് പറയുമ്പോൾ എന്താ, ഒരു ജീവിയുടെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയാ അനാട്ടമി. അപ്പോൾ ഫ്രോഗിനെ നോക്കിക്കഴിഞ്ഞാലും അവിടെയും നമുക്ക് ഇതുപോലെ എന്തുണ്ട്, അനാട്ടമിക്കൽ സ്ട്രക്ചർ പഠിക്കാൻ പറ്റും. അതായത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, നെർവസ് സിസ്റ്റം, സെൻസറി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ പല പല സിസ്റ്റം ആരുടെ കേസിലും ഉണ്ട്, ഈ പറയുന്ന ഫ്രോഗിന്റെ കേസിലും ഉണ്ട്. അപ്പൊ ഇവയെല്ലാം നമുക്ക് പഠിക്കണ്ടായോ? അപ്പൊ ഇവയാണ് നമ്മൾ ഏത് സെക്ഷനിൽ ഡീൽ ചെയ്യാൻ പോണത്, അനാട്ടമി എന്ന സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. ഫ്രോഗിന്റെ ഈ അനാട്ടമി സെഷനിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്, അവരുടെ ദഹന വ്യവസ്ഥയെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ആണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇവിടെ നിന്നും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വല്ല ഫ്ലോ ചാർട്ട് എഴുതാനായിട്ടോ എങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ചോദിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിഗർ തന്നേച്ച് അത് ലേബിൾ ചെയ്യാൻ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോക്കി വെക്കാം. അപ്പൊ നോക്കിയാടാ മക്കളെ, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ദഹന വ്യവസ്ഥയാണ് അല്ലെ. അപ്പൊ നോക്കി, ദ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എലിമെന്ററി കനാൽ ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. അപ്പോൾ ഈ പറയുന്ന ഫ്രോഗിന്റെ കേസിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്, എലിമെന്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളും ഉണ്ടാവും. എലിമെന്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻഡും കൂടി ചേരുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എലിമെന്ററി കനാൽ ഈസ് ഷോർട്ട്. ഫ്രോഗിന്റെ കേസിൽ എലിമെന്ററി കനാലിന് വളരെ നീളം കുറവാണ്. അതിനുള്ള കാരണം എന്താണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കാം. അതിനുള്ള കാരണം ഫ്രോഗ്സ് ആർ കാർണിവോർസ്. അവരെന്താണ്, കാർണിവോറുകളാണ്. കാർണിവോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫ്ലഷ് ഈറ്റിംഗ് ആയിട്ടുള്ളവരാണ് അല്ലെ. അപ്പൊ ഇവർ കാർണിവോർ ആണ്, ഫ്രോഗ്സ് എന്ന് പറയുന്നത് കാർണിവോർ ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്റ്റൈൻ്റെ ലെങ്ത് കുറവായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എലിമെന്ററി കനാൽ ഈസ് ഷോർട്ട്. അതുകൊണ്ട് തന്നെ എലിമെന്ററി കനാലും ചെറുതാണ്. എലിമെന്ററി കനാൽ ചെറുതാകാനുള്ള കാരണം ഫ്രോഗുകൾ കാർണിവോർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിക്കകത്തുള്ള ഇൻഡസ്റ്റൈൻ്റെ ലെങ്ത് കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ട് പറയാൻ പോവാ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം അവരുടെ ടങ്, ബൈലോബ്ഡ് ആയിട്ടുള്ള ടങ് യൂസ് ചെയ്ത് അവർ ചിലപ്പോൾ ഇൻസെക്ട്സിനെയൊക്കെ വായക്കകത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ മൗത്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണു. മൗത്ത് കഴിഞ്ഞ് വരുന്ന അടുത്ത ഭാഗമാണ് ബക്കൽ ക്യാവിറ്റി. വായക്കകത്തൊരു ക്യാവിറ്റി ഉണ്ടാവില്ലേ, അതാണ് ബക്കൽ ക്യാവിറ്റി. മൗത്ത് എങ്ങോട്ടേക്ക് തുറക്കുന്നു, ബക്കൽ ക്യാവിറ്റിയിലേക്ക് തുറക്കുന്നു. അതിനുശേഷം ഇറ്റ് ലീഡ്സ് ടു ദ ഈസോഫാഗസ് ത്രൂ ഫാരിങ്സ്. അതായത് മൗത്ത് എങ്ങോട്ടേക്ക് തുറക്കുന്നു എന്നാ പറയണത്, ബക്കൽ ക്യാവിറ്റിയിലേക്ക് തുറക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ഈസോഫാഗസ്. ഫാരിങ്സിലൂടെ അവർ എങ്ങോട്ടേക്ക് തുറക്കാണ്, ഈസോഫാഗസ് അന്നനാളത്തിലേക്ക് തുറക്കുന്നു. അപ്പൊ മൗത്ത്, ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സിലൂടെ അവർ എങ്ങോട്ടേക്ക് തുറക്കുന്നു, ഈസോഫാഗസിലേക്ക് തുറക്കുന്നു. ഓക്കെ ആണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈസോഫാഗസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് താഴേക്ക് നമുക്ക് നോക്കാം ഈസോഫാഗസ്. പക്ഷെ മക്കളെ ഈ ഒരു ഫിഗറിനകത്ത് എല്ലാ പാർട്ടും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡസ്റ്റൈൻ, അതായത് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മാത്രമല്ല എല്ലാ പാർട്ടും ഓവറോൾ, അതായത് സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഹാർട്ട്, പിന്നെ എന്താണ് അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, പറയുന്ന മിക്ക ഭാഗങ്ങളും ഇതിനകത്തുണ്ട്. എന്നാലും നമുക്കിവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് അവരെ എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം മൗത്ത്, പിന്നെ ബക്കൽ ക്യാവിറ്റി, പിന്നെ ഫാരിങ്സ്, അത് കഴിഞ്ഞ് ഈസോഫാഗസ്. അടുത്തത് ഈസോഫാഗസ് ഈസ് എ ഷോർട്ട് ട്യൂബ്. ഇവരുടെ ഈസോഫാഗസ് വളരെ ചെറുതാണ്, ഷോർട്ട് ആയിട്ടുള്ള ട്യൂബാണ്. ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ദ സ്റ്റൊമക്ക്. ഈസോഫാഗസ് തുറക്കുന്നത് എങ്ങോട്ടേക്കാണ്, സ്റ്റൊമക്കിലേക്കാണ്. വിച്ച് ഇൻ ടേൺ കണ്ടിന്യൂസ് ആസ് ദ ഇൻഡസ്റ്റൈൻ. അതിനുശേഷം വരുന്ന ഭാഗം ഇൻഡസ്റ്റൈൻ, എന്നിട്ട് ഇൻഡസ്റ്റൈൻ്റെ അടുത്ത പാർട്ടാണ് റെക്ടം, അത് തുറക്കുന്നത് ക്ലോയാക്ക. ഓക്കെ, അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് എഴുതിയാലോ മക്കളെ. അപ്പൊ ആദ്യത്തെ ഭാഗം ഏതാ, മൗത്ത്. പിന്നെ അത് തുറക്കുന്ന എങ്ങോട്ടേക്കാണ്, ബക്കൽ ക്യാവിറ്റിയിലേക്ക് തുറക്കുന്നു, ബക്കൽ ക്യാവിറ്റി. അത് കഴിഞ്ഞ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈസോഫാഗസ് ആണ്. പക്ഷെ ഈസോഫാഗസിലേക്ക് തുറക്കുന്നതിന് മുമ്പ് ഒരു ഭാഗമുണ്ട്, ഫാരിങ്സ് അല്ലെ, ഫാരിങ്സ്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് മക്കളെ ഏതെന്ന് പറയാ, ഈസോഫാഗസ്.
അത് ഈസോഫാഗസ് ചെറുതാണെന്ന് നമ്മൾ പഠിച്ചു. ഈസോഫാഗസ് കഴിഞ്ഞ് ഈസോഫാഗസ് വന്ന് ചേരുന്നത് എങ്ങോട്ടേക്കാണ്? അത് ചെന്ന് ചേരുന്നത് സ്റ്റൊമക്കിലേക്കാണ് അല്ലേ? സ്റ്റൊമക്ക് ചെന്ന് ചേരുന്നത് എങ്ങോട്ടേക്കാടാ? അത് ചെന്ന് ചേരുന്നത് ഇൻറ്റസ്റ്റൈനിലേക്കാണ്. പഠിച്ചതല്ലേ? ഇൻറ്റസ്റ്റൈനിലേക്ക് ചെല്ലുന്നു. ഇൻറ്റസ്റ്റൈൻ. അത് കഴിഞ്ഞ് വരുന്ന ഭാഗം ഏതാണ്? റെക്റ്റമാണ്. റെക്റ്റം. ഏറ്റവും അവസാനം ഒരു കോമൺ ചേംബർ വരുന്നുണ്ട് ഫ്രോഗിന്റെയൊക്കെ കേസിൽ അല്ലേ? അതിന്റെ പേരാണ് ക്ലോയാക്ക. എന്താ പേര്? ക്ലോയാക്ക. അപ്പൊ ഇതാണ് ആ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. പുറത്തേക്ക് തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ കോമൺ ചേംബർ വരുന്നുണ്ട്. അതിന്റെ പേരാണ് ക്ലോയാക്ക. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തി ചിലപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഫ്ലോ ചാർട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത്, ലിവർ സെക്രീറ്റ്സ് ബൈൽ ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഗാൾ ബ്ലാഡർ. അതായത് ഇവിടുത്തെ കേസിൽ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ നോക്കിയേ, ലിവർ എന്ന് പറഞ്ഞൊരു ആളിരിപ്പുണ്ട് അല്ലെ? അപ്പൊ ഈ ലിവർ എന്താ ചെയ്യണേ? ലിവർ ബൈലിനെ സെക്രീറ്റ് ചെയ്യും. ലിവർ ആണ് അപ്പോൾ എന്തിനെ സെക്രീറ്റ് ചെയ്യണത്? ബൈലിനെ. എന്നിട്ട് ഈ ബൈൽ സ്റ്റോർ ചെയ്യുന്നത് വേറെ ഒരു ഓർഗനിലാണ്. അതിന്റെ പേരാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയും. അപ്പൊ ഗോൾ ബ്ലാഡറിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്? ബൈൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ലിവർ ബൈലിനെ സെക്രീറ്റ് ചെയ്തിട്ട് ആ ബൈൽ പോയി എവിടെയാ സ്റ്റോർ ആവണത്? ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ആകുന്നു. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നോക്കുക, പാൻക്രിയാസ്. അത് കഴിഞ്ഞ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് പാൻക്രിയാസ്. പാൻക്രിയാസ്, എ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്നിങ് ഡൈജസ്റ്റീവ് എൻസൈം. അപ്പൊ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് കൂടിയാണ്. അപ്പൊ നമുക്കറിയാം പാൻക്രിയാസിന്റെ കേസിൽ ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡിനോടൊപ്പം തന്നെ അതിൽ ചില സെല്ലുകൾ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഫംഗ്ഷൻ കൂടി ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ മാത്രമാണ് ഇവരുടെ പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് പാൻക്രിയാസ് ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഒരു സെക്രീഷൻ, ദാറ്റ് ഈസ് കോൾഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. പാൻക്രിയാസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാസിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് എന്തടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? ഡൈജസ്റ്റീവ് എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പാൻക്രിയാസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നേ? പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് എന്തോ ഇരിക്കുന്നേ? ഡൈജസ്റ്റീവ് എൻസൈമുകൾ ഇരിപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ ചാർട്ട് മക്കളെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക. ബൈലോബ്ഡ് ടങ്, ആ നാക്ക് യൂസ് ചെയ്തേച്ച് ഈ പറയുന്ന ഫ്രോഗ് ഫുഡിനെ മൗത്തിനകത്ത് എടുക്കുന്നു. മൗത്ത് കഴിഞ്ഞ അടുത്ത ഭാഗം നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? ആ ഒരു ബക്കൽ ക്യാവിറ്റി ആണ്. അപ്പൊ ബക്കൽ ക്യാവിറ്റിയിലെല്ലാം ചേർന്നേച്ച് ഇത് എന്ത് ചെയ്യാണ്? ഫാരിങ്സിലൂടെ ഈസോഫാഗസിലൂടെ അത് എവിടെ എത്തുന്നു? സ്റ്റൊമക്കിലെത്തുന്നു. ആ ഫുഡ് ഇപ്പൊ എവിടെ എത്തി? സ്റ്റൊമക്കിലെത്തി. മക്കളെ സ്റ്റൊമക്കിന്റെ വോളാണ് നമ്മൾ ഇവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റൊമക്ക് വോൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റൊമക്ക് വോള് എന്തിനെ സെക്രീറ്റ് ചെയ്യുമെന്ന് അറിയാവോ? അവര് HCl-നെയും ഗ്യാസ്ട്രിക് ജ്യൂസിനെയും സെക്രീറ്റ് ചെയ്യും. ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? സ്റ്റൊമക്ക് വോള് എന്തിനെയൊക്കെ സെക്രീറ്റ് ചെയ്യും? HCl-നെയും അതോടൊപ്പം തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിനെയും സെക്രീറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഫ്രോഗ് ക്യാപ്ചർ ചെയ്ത ആ ഒരു ഇൻസെക്റ്റോ എന്തോ ആയിക്കോട്ടെ, അവരുടെ ഫുഡ് ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? സ്റ്റൊമക്കിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് സ്റ്റൊമക്ക് ഈ എന്താണ് അവരുടെ ആ ഒരു സ്റ്റൊമക്ക് വോള് HCl-നെയും ഗ്യാസ്ട്രിക് ജ്യൂസിനെയും കൂടെ ആ സ്റ്റൊമക്കിലേക്ക് സെക്രീറ്റ് ചെയ്യണത്. ഓക്കെ. എന്നുവെച്ച് ഈ എത്തിയ ഫുഡും ഈ പറയുന്ന സംഗതിയും HCl-ഉം ഗ്യാസ്ട്രിക് ജ്യൂസും എല്ലാം നന്നായിട്ട് മിക്സ് ആവും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഒരു പകുതി ഡൈജഷൻ എവിടെ വെച്ച് നടന്നു കഴിഞ്ഞു? സ്റ്റൊമക്കിൽ വെച്ച് നടന്നു കഴിഞ്ഞു. ഒരു ഹാഫ് ഡൈജഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഡൈജഷൻ എവിടെ വെച്ച് നടന്നു കഴിഞ്ഞു? ഈ ഒരു സ്റ്റൊമക്കിൽ വെച്ച് നടന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ പകുതി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫുഡ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈം എന്ന് പറയാം. അപ്പൊ അവിടെ ഒരു വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് കൈം? ഫ്രോഗിന്റെ കേസിലെ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് എവിടെയുള്ളതായിരുന്നു? സ്റ്റൊമക്കിൽ വെച്ച് പാർഷ്യലി ഡൈജസ്റ്റ് ആയ ഫുഡിനെ വിളിക്കുന്ന പേരാണ് കൈം എന്ന് പറയാം. അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. വാട്ട് ഇസ് കൈം? Partially digested food is called as chyme. It is formed in the stomach. അല്ലെ? സ്റ്റൊമക്കിൽ ഫോം ചെയ്തു. ഇനി എന്താ സംഭവിക്കാൻ നോക്കി? ഇറ്റ് ഈസ് പാസ്ഡ് ഫ്രം സ്റ്റൊമക് ടു ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ, ദാറ്റ് ഇസ് ദ ഡിയോഡിനം. അതായത് സ്റ്റൊമക്കിൽ നിന്നും ഈ കൈം എന്ന് പറയുന്ന ആ ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇനി സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ആദ്യ ഭാഗമായ ഡിയോഡിനത്തിൽ എത്തിച്ചേരുന്നു. സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ആദ്യ ഭാഗത്തിന്റെ പേരപ്പോൾ എന്താ? ഡിയോഡിനം. വേണമെങ്കിൽ അവിടെയും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ് കോൾഡ് ഡിയോഡിനം. അവിടേക്കാണ് ഇനി എന്ത് ചെല്ലുന്നത്? കൈം എത്തിച്ചേരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കുക. ദ ഡിയോഡിനം റിസീവ്സ് ബൈൽ ഫ്രം ഗോൾ ബ്ലാഡർ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഫ്രം ദ പാൻക്രിയാസ് ത്രൂ എ കോമൺ ബൈൽ ഡക്ട്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മക്കളെ. അതെന്താണെന്ന് പറഞ്ഞു തരാം. മക്കളെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ.
നോക്കേ, ബൈല് എന്ന് പറയുന്നത് നമുക്കറിയാം സെക്രീറ്റ് ചെയ്യുന്ന ആള് ലിവർ ആണ്. പക്ഷെ ബൈല് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാ? ഗോൾ ബ്ലാഡറിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഇപ്പൊ ബൈല് വേണമെന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കുന്നത് ആരാണെന്ന് അറിയോ? ഗോൾ ബ്ലാഡർ അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഗോൾ ബ്ലാഡർ. അപ്പൊ ഗോൾ ബ്ലാഡറിൽ നിന്നും ആര് വരുവടാ? ബൈല് വരും. ഓക്കെ, ഗോൾ ബ്ലാഡറിൽ നിന്നും നമുക്ക് ബൈല് വരും. ഇനി അടുത്തത് നമുക്കറിയാം പാൻക്രിയാസ് ഉണ്ടായിരുന്നല്ലോ. പാൻക്രിയാസ് ഇല്ലേ? അപ്പൊ പാൻക്രിയാസ് എന്താ ചെയ്യാ? എന്തിനെയാണ് വിട്ടുകൊടുക്കുക? പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസ്. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പൊ പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും രണ്ട് സെക്രീഷൻസ് ആണ്, രണ്ട് ആൾക്കാരാണ് ഇത് പറഞ്ഞു വിടുന്നത്. അപ്പൊ ഇത് രണ്ടും എവിടെ എത്തിച്ചേരണം? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇത് രണ്ടും കൂടി എവിടെ എത്തിച്ചേരേണ്ടത്? എത്തിച്ചേരേണ്ട ഭാഗം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഡിയോഡിനമാണ്. ഡിയോഡിനത്തിൽ എത്തിച്ചേരണം. ഓക്കെ, ആരൊക്കെ എത്തിച്ചേരണം? പാൻക്രിയാറ്റിക് ജ്യൂസും ഡിയോഡിനത്തിൽ എത്തണം, ബൈലും ഡിയോഡിനത്തിൽ എത്തണം. അപ്പൊ മക്കളെ ഇവിടെ ഇവരെ കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന ഡിയോഡിനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പാൻക്രിയാറ്റിക് ജ്യൂസ് കൊണ്ടുവരാൻ ഒരു കുഴല്, ബൈല് കൊണ്ടുവരാൻ അടുത്ത കുഴല് എന്നിവ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടല്ലടാ ഡിയോഡിനത്തിൽ ചേരുന്നേ. ഇവർ രണ്ടുപേരോട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് നോക്കടാ. ഇവിടെ കണ്ടോ, ഒരു കോമൺ ആയിട്ട് ഒരാൾ ഫോം ചെയ്യുന്നില്ലേ? കോമൺ ബൈൽ ഡക്റ്റ് കണ്ടോ? കോമൺ ആയിട്ട് ഒരു കുഴലാണ് ആക്ച്വലി എന്തിനെ കൊണ്ടുവരുന്നത്? ഈ പറയുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിനെയും ബൈലിനെയും കൂടെ കൊണ്ടുവരുന്നത് അല്ലേ? എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? ഡിയോഡിനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെന്താണ്? കോമൺ ബൈൽ ഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കോമൺ ബൈൽ ഡക്റ്റ്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? പാൻക്രിയാസിൽ നിന്നും പാൻക്രിയാറ്റിക് ജ്യൂസും ഗോൾ ബ്ലാഡറിൽ നിന്നും ബൈലും കൂടി ഡിയോഡിനത്തിലേക്ക് എത്തിക്കുന്നത് ഒരു കോമൺ ബൈൽ ഡക്റ്റിന്റെ സഹായത്തോടു കൂടിയാണ്. അതാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത്. ഇനി ബൈലിന്റെ ഫംഗ്ഷൻ എന്താ? പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ഫംഗ്ഷൻ എന്താ? പഠിച്ചു വെക്കണം. ബൈലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബൈൽ എമൽസിഫൈസ് ഫാറ്റ്. ഒരിക്കലും ബൈൽ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു എന്ന് എഴുതരുത്. ആ പ്രോസസ്സിന്റെ പേര് എമൽസിഫിക്കേഷൻ എന്നാണ് കേട്ടോ. ഫാറ്റിനെ എന്താണ് വളരെ ചെറിയ ഗ്ലോബ്യൂളുകൾ അല്ലെങ്കിൽ വളരെ ചെറിയ മിസലേസ് ഒക്കെ ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എമൽസിഫിക്കേഷൻ എന്നൊക്കെ പറയാ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ആരാണ് ചെയ്യണത്? ബൈലാണ്. അപ്പൊ ഫാറ്റിനെ അങ്ങനെ അത്രത്തോളം ചെറുതാക്കി മാറ്റണം ആ പ്രോസസ്സിനെ നമ്മൾ എമൽസിഫിക്കേഷൻ എന്നാണ് കേട്ടോ പറയാ. അപ്പൊ ബൈല് ഫാറ്റിനെ ചെറുതാക്കല്ലേ? അപ്പൊ ആ പ്രോസസ്സിനെ നമ്മൾ ഡൈജഷൻ എന്ന് എഴുതി വെക്കരുത്. ബൈൽ എന്താ ചെയ്യണത്? എമൽസിഫൈസ് ഫാറ്റിനെ എമൽസിഫൈ ചെയ്യണോ. ഇനി അടുത്തത് വരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് എന്താ ചെയ്തത്? ഇറ്റ് ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡായ കൈമിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളെയും പ്രോട്ടീനുകളെയും ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ഫംഗ്ഷൻ. അപ്പൊ ബൈലിന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? ബൈല് ഫാറ്റിനെ ഇമൽസിഫൈ ചെയ്തു. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്താ ചെയ്തത്? പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡായ കൈമിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് പറയാം ഇതെല്ലാം നടന്നത് എവിടെയാണ്? ഇതെല്ലാം നടന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടല്ലോ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ആദ്യ ഭാഗമായ ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഡൈജഷൻ ടോട്ടലി കംപ്ലീറ്റഡ് ആയത് എവിടെ വെച്ചിട്ടാ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാ. ഓക്കെ, ഡൈജഷൻ എവിടെ വെച്ച് കംപ്ലീറ്റ് ആയി? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നമുക്ക് പറയാം എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ഡൈജഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി ഈ ഡൈജസ്റ്റഡ് ഫുഡ് ഇനി എന്ത് ചെയ്യണം? ശരീരത്തിനകത്തേക്ക്, ഫ്രോഗിന്റെ ശരീരത്തിനകത്തേക്ക് എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണ്ടേ? ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ന്യൂമറസ് ഫിംഗർ ലൈക്ക് ഫോൾസ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ഇൻറ്റസ്റ്റൈൻ കോൾഡ് വില്ലൈ ആൻഡ് മൈക്രോവില്ലൈ. അപ്പൊ ഈ പറയുന്ന ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇൻറ്റസ്റ്റൈനിൽ എന്തുണ്ടെന്നാ പറയുന്നത്? കൈവിരലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. അതിനെയാണ് വില്ലയും അതിന് ചെറുത് മൈക്രോവില്ല. ഇപ്പൊ വില്ലയും മൈക്രോവില്ലയും ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ സഹായത്തോടു കൂടി ഡൈജസ്റ്റഡ് ഫുഡ് ശരീരത്തിനകത്തേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഈ പറയുന്ന ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. എന്നാൽ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ട് തന്നെയാണ്? ഈ പറയുന്ന ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഇനി ഡൈജസ്റ്റ് ആവാത്ത ചില സബ്സ്റ്റൻസ് ഒക്കെ ചിലപ്പോൾ അവരുടെ ബോഡിയിൽ ഫോം ചെയ്യാലോ. ഡൈജസ്റ്റഡ് ആവാത്തത്, ദാറ്റ് ഈസ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റുകൾ ഫോം ചെയ്യാം. ഈ അൺഡൈജസ്റ്റഡ് സോളിഡ് വേസ്റ്റ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ ഇൻറ്റസ്റ്റൈനിൽ നിന്നും അടുത്ത ഭാഗമായ റെക്ടത്തിലെത്തും. റെക്ടത്തിൽ നിന്നും അടുത്ത ഭാഗമായ ക്ലോയാക്കയിലേക്ക് എത്താതെ ക്ലോയാക്ക വഴി അത് പുറത്തേക്ക് പോകും. അൺഡൈജസ്റ്റഡ് ഫുഡ് ഇൻറ്റസ്റ്റൈനിൽ നിന്നും റെക്ടത്തിലെത്തും. റെക്ടത്തിൽ നിന്നും അത് ക്ലോയാക്കയിലെത്തും. ക്ലോയാക്കയിലൂടെ അത് പുറത്തേക്ക് പോകും. ക്ലിയർ ആയോടാ മക്കളെ? ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ഈ പറയുന്ന ഫ്രോഗ്. ക്ലിയർ അല്ലേ? ഇനി ഫ്രോഗിന്റെ കേസിൽ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാം. റെസ്പിറേറ്ററി സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഫ്രോഗ്സ് റെസ്പയർ ഓൺ ലാൻഡ്
ആൻഡ് ഇൻ വാട്ടർ ബൈ 2 ഡിഫറെന്റ് മെത്തേഡ്സ്. നമുക്കറിയാം ഫ്രോഗ് എന്ന് പറഞ്ഞ ഒരു ആംഫീബിയൻ ആണ്. കരയിലും വെള്ളത്തിലും അവർക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ മോഡ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നതും ഈ പറയുന്ന 2 ഏരിയയിലും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അതാ ഇവിടെ പറയുന്ന 2 തരത്തിൽ അവർക്ക് റെസ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവര് പലതരത്തിൽ റെസ്പയർ ചെയ്യുന്ന ജീവിയാണ് ആരെന്ന് പറയാ, ഫ്രോഗ് എന്ന് പറയാ. അപ്പൊ നോക്കിയാടാ മക്കളെ, ഇൻ വാട്ടർ വെള്ളത്തിലാണെങ്കിൽ, ജലത്തിലാണെങ്കിൽ ഇവര് എങ്ങനെയാ റെസ്പയർ ചെയ്യുന്നത്, എന്തിന്റെ സഹായത്തോടു കൂടിയാ റെസ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്കിൻ ആക്ടാസ് അക്വാട്ടിക് റെസ്പിറേറ്ററി ഓർഗൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇവിടെ നിന്നും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിക്കാം. ഫ്രോഗിന്റെ കേസിൽ അക്വാട്ടിക് റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ്? സ്കിൻ ആണ്. അപ്പൊ അക്വാട്ടിക് റെസ്പിറേഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന സ്കിൻ അല്ലേ. അപ്പൊ സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷൻ വിളിക്കുന്ന 1 വേർഡ് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. അതിന്റെ പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷനെ വിളിക്കുന്ന 1 വേർഡ് എന്താണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് നമുക്ക് പറയാം. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഇത് ജലത്തിലായിരിക്കുമ്പോഴുള്ള കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പറയുന്ന ലാൻഡിലാണെങ്കിൽ എങ്ങനെയാന്ന് നോക്കുക. ലാൻഡിലാണെങ്കിൽ ഇവർക്ക് ബക്കൽ ക്യാവിറ്റി വഴി റെസ്പയർ ചെയ്യാം, സ്കിന്ന് വഴി റെസ്പയർ ചെയ്യാം, ലങ്സിലൂടെയും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു പോയിന്റിന് ഇടയ്ക്ക് പറയുന്നുണ്ട്, നോക്കിയടാ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ വാട്ടർ ഈസ് എക്സ്ചേഞ്ച് ത്രൂ ദ സ്കിൻ ബൈ ഡിഫ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് സ്കിന്നിലൂടെയല്ലേ ഇവർ റെസ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ കിടക്കുന്ന വെള്ളത്തിനകത്ത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാകും. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെയധികം കൂടുതലാണ് വെള്ളത്തിൽ ഇവരുടെ ശരീരത്തിനെ അപേക്ഷിച്ച്. അപ്പോൾ കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്കായിരിക്കും വല്ല ഓക്സിജൻ കയറുക. അപ്പോൾ കൂടുതലുള്ളത് എവിടാ? പുറത്ത്, അതായത് അവരുടെ വെള്ളത്തിലാണ്. ആ വെള്ളത്തിൽ നിന്ന് ഇവരുടെ ശരീരത്തിനകത്തേക്ക്, സ്കിന്നിലൂടെ ശരീരത്തിനകത്തേക്ക് ഓക്സിജൻ കയറും. അപ്പൊ ഈ പ്രോസസ്സ് അവിടെ യൂസ് ചെയ്ത പ്രോസസ്സ് എന്താണ്? ഡിഫ്യൂഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പൊ പ്രോസസ്സും വേണമെങ്കിൽ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് പ്രോസസ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഫ്രോഗിൽ നടക്കുന്നത്? ഡിഫ്യൂഷൻ. ലാൻഡിലാണെങ്കിൽ ഫ്രോഗ് എങ്ങനെയൊക്കെ റെസ്പയർ ചെയ്യും? ബക്കൽ ക്യാവിറ്റിയിലൂടെ, സ്കിന്നിലൂടെ, ലങ്സിലൂടെയൊക്കെ റെസ്പയർ ചെയ്യും. സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷൻ വിളിക്കുന്ന 1 വേർഡ് എന്താണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അങ്ങനെയാണെങ്കിൽ ലങ്സിലൂടെയുള്ള റെസ്പിറേഷന്റെ 1 വേർഡും കൂടെ പഠിച്ചു വെച്ചേക്കണേടാ മക്കളെ. പൾമോണറി റെസ്പിറേഷൻ എന്നാണ് അറിയപ്പെടുക. പൾമോണറി റെസ്പിറേഷൻ മറക്കല്ലേ. ലങ്സിലൂടെയുള്ള റെസ്പിറേഷനെ വിളിക്കുന്ന 1 വേർഡ് ആണ് പൾമോണറി റെസ്പിറേഷൻ. ലങ്സിലൂടെയുള്ള റെസ്പിറേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത പോയിന്റ് നോക്കി. ദ റെസ്പിറേഷൻ ബൈ ലങ്സ് ഇസ് കോൾഡ് പൾമണറി റെസ്പിറേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ദ ലങ്സ് ആർ എ പെയർ ഓഫ് ഇലോങ്ങേറ്റഡ് പിങ്ക് കളേർഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ട്രങ്ക് റീജിയൻ ഓർ തൊറാക്സ്. അവരുടെ ട്രങ്ക് റീജിയന്റെ അപ്പർ ഭാഗത്തായിട്ട് എന്താണ് 2 ലങ്സ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പിങ്ക് കളറിലുള്ള ലങ്സ് ആണ് ഇവർക്കുള്ളത്. സഞ്ചി പോലെയുള്ള, സാക്ക് പോലെയുള്ള ലങ്സ് ആണ്. എയർ enters through the nostrils into the buccal cavity and then to the lungs. അപ്പോ ഇവിടെ ഈ ഒരു പാത്വേ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എയർ എങ്ങനെയാണ്? നോസ്ട്രിൽസിലൂടെ അകത്തേക്ക് കയറുന്നു അല്ലെ. ആ ദ്വാരങ്ങളല്ലേ, അതിനാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. അപ്പൊ എയർ നോസ്ട്രിൽസിലൂടെ അകത്തേക്ക് കയറുന്നു, ശരീരത്തിനകത്തേക്ക്. എന്നിട്ട് ഇതെവിടെ എത്തുന്നു? ബക്കൽ ക്യാവിറ്റിയിൽ എത്തുന്നു. ബക്കൽ ക്യാവിറ്റിയിൽ എത്തുന്നു. ബക്കൽ ക്യാവിറ്റിയിലൂടെ അതെവിടെയൊക്കെ എത്തുകയാണ്? അവരുടെ ലങ്സിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതാണ് ആക്ച്വലി ആ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പറയുവാണെങ്കിൽ. ഡ്യൂറിങ് എസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ ഗേസസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ത്രൂ സ്കിൻ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതൊന്ന് പഠിക്കണേടാ മക്കളെ. ചിലപ്പോൾ അവിടെ നിന്ന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഹൈബർനേഷൻ, എസ്റ്റിവേഷൻ എന്നീ സമയങ്ങളിൽ, അതായത് ഇവർ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന ഒരു സമയമല്ലോ അത്. ഹൈബർനേഷൻ, എക്സ്റ്റിവേഷൻ എന്നൊക്കെ പറയാ. ഈ ഒരു സമയങ്ങളിൽ അവരുടെ ബോഡിയിൽ അവർ റെസ്പിറേറ്ററി ഓർഗനായിട്ട് യൂസ് ചെയ്യുന്നത് സ്കിന്നാണ്. അപ്പൊ വെള്ളത്തിൽ കിടക്കുമ്പോഴും ഹൈബർനേഷൻ, എസ്റ്റിവേഷൻ നടക്കുന്ന സമയത്തും എന്ത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? അവിടെ സ്കിൻ യൂസ് ചെയ്യുന്നുണ്ട് റെസ്പിറേഷന് വേണ്ടിയിട്ട്. കേട്ടോ? അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണേ. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ഫ്രോഗിന്റെ കേസിലെ സർക്കുലേറ്ററി സിസ്റ്റം ആണ്, രക്തപര്യന വ്യവസ്ഥയെ കുറിച്ച്. അപ്പൊ മക്കളെ, ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവരുടെ ബോഡിക്കകത്തുള്ള ബോഡി ഫ്ലൂയിഡ് 2 എണ്ണം ഉണ്ട് കേട്ടോ. നമ്മളെ പോലെ തന്നെ ബ്ലഡും ഉണ്ട്, ലിംഫും ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ആദ്യം പറയണത്. നോക്കി, ദ വാസ്കുലർ സിസ്റ്റം ഓഫ് ഫ്രോഗ് ഇസ് വെൽ ഡെവലപ്ഡ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. അതായത് ഇവരുടെ കേസിലെ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആണ്, അതോടൊപ്പം തന്നെ ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ബ്ലഡ് വെസൽസിലൂടെ ആയിരിക്കും ഇവിടെ ബ്ലഡ് ഒഴുകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിനാണ് നമ്മൾ ക്ലോസ്ഡ് ടൈപ്പ് എന്ന് നമ്മൾ പറയാം. ഫ്രോഗ്സ് ഹാവ് എ ലിംഫാറ്റിക് സിസ്റ്റം ഓൾസോ. അപ്പൊ മക്കളെ, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഇവിടെ 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, പിന്നൊന്ന് ലിംഫാറ്റിക് സിസ്റ്റം അല്ലേ. ഒന്ന്
ബ്ലഡ് വാസ്കുലാർ അല്ലെങ്കിൽ വാസ്കുലാർ സിസ്റ്റം എന്ന് എഴുതിയാലും മതി. വാസ്കുലാർ സിസ്റ്റവും പിന്നെ ഏതാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഓക്കെ, വാസ്കുലാർ സിസ്റ്റവും പിന്നെ വരുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം. വാസ്കുലാർ സിസ്റ്റം ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സർക്കുലേറ്ററി സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കുക. The blood vascular system involves heart, blood vessels and blood. അപ്പം ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്നാ പറയുന്നത്? ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിനകത്ത് ഹാർട്ട് ഉണ്ട്, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഉണ്ട്, ബ്ലഡിനെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇനി രണ്ടാമതൊരു സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ പേരെന്താ? ലിംഫാറ്റിക് സിസ്റ്റം അല്ലേ? ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് ആരുണ്ട്? ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഒഴുകുന്ന ഫ്ലൂയിഡ് അപ്പോൾ അവിടെ ഏതാ? ലിംഫാണല്ലേ. അപ്പൊ ലിംഫ് ഉണ്ട്, ലിംഫുമായി ബന്ധപ്പെട്ട് ലിംഫ് ചാനലുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ലിംഫ് നോഡുകളുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ഹാർട്ട്, ബ്ലഡ്, ബ്ലഡ് വെസൽസ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ലിംഫ്, ലിംഫ് ചാനൽസ്, ലിംഫ് നോഡ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് നിങ്ങൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഓർത്ത് വെച്ചേക്കേണ്ടത്. ഇനി ഇവരുടെ ഹൃദയത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവർക്ക് മസ്കുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവരുടെ ബോഡിക്കകത്ത് ഉണ്ട്. ദാറ്റ് ഇസ് ദ ഹാർട്ട്. അവരുടെ അപ്പർ ക്യാവിറ്റിയിലാണ് പൊതുവെ കാണുക ഹാർട്ട്. ഹാർട്ടിന് പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇവരുടെ ഹാർട്ടിന് ചേംബറുകളുടെ എണ്ണം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 3 ചേംബേഴ്സ്. ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 3 അറകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിക്കുക. 2 ഏട്രിയ, 2 ഏട്രിയയും 1 വെൻട്രിക്കിളുമാണ്. ഓക്കെ, 2 ഏട്രിയോ ഉണ്ട്, 1 വെൻട്രിക്കിളും ഉണ്ടായിരിക്കും. 3 അറകളല്ലേ, അതിൽ 2 ഏട്രിയ, 1 വെൻട്രിക്കിളാണ്. ഏട്രിയവും വെൻട്രിക്കിളും ഉണ്ട്. ഇനി ഈ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ആയ പെരികാർഡിയം ഇവിടെയും കാണും. അപ്പൊ ഇവർക്കും എന്തോ ഉണ്ട്, നമ്മളെ പോലെ തന്നെ ഇവർക്കും എന്തോ ഉണ്ട്, പെരികാർഡിയം എന്ന് പറയുന്ന മെംബ്രെയിൻ ഉണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എടുത്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയേ. എ ട്രയാങ്കുലർ സ്ട്രക്ചർ കാൾഡ് സൈനസ് വീനോസിസ് joins the right atrium. അപ്പൊ റൈറ്റ് ഏട്രിയം നമ്മൾ നോക്കുകയാണെങ്കിൽ അതുമായി ചേർന്ന് ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് സൈനസ് വീനോസിസ്. ഈ പറഞ്ഞ ഫ്രോഗിന്റെ ഹൃദയത്തിന്റെ റൈറ്റ് ഏട്രിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മക്കളെ, റൈറ്റ് ഏട്രിയം എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ, റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം ആണ്. അപ്പൊ റൈറ്റ് ഏട്രിയം പരിശോധിക്കുകയാണെങ്കിൽ റൈറ്റ് ഏട്രിയത്തിനകത്തേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേരാണ് സൈനസ് വീനോസിസ് എന്ന് പറയാം. ഓക്കെ, ഈ സൈനസ് വീനോസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ഏട്രിയത്തിലേക്കല്ലേ ഇവർ വന്ന് ജോയിൻ ചെയ്യണം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് റിസീവ്സ് ബ്ലഡ് ത്രൂ ദ മേജർ വെയിൻസ് കോൾഡ് വീന കാവ. അതായത് നമ്മുടെ ശരീരമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രോഗിന്റെ കേസ് പറയുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലെ മേജർ വെയിനുകളെ വിളിക്കുന്ന പേരാണ് വീനക്കാവ. നമ്മുടെ കേസിലും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പൊ മേജർ വെയിൻസ് ആയ വീനക്കാവയൊക്കെ കൊണ്ടുവരുന്ന ബ്ലഡ് എല്ലാം വന്ന് ചേരുന്നത് ഏതിനകത്തേക്കായിരിക്കും? ഈ റൈറ്റ് ഏട്രിയവുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെ. റൈറ്റ് ഏട്രിയത്തിനകത്ത് വന്ന് ചേരുന്ന ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ ആണ് ആരെന്ന് പറയാ? സൈനസ് വീനോസിസ്. അവിടേക്കായിരിക്കും മേജർ വെയിൻ ആയിട്ടുള്ള വീനക്കാവ കൊണ്ടുവരുന്ന ബ്ലഡ് വന്ന് ചേരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദ വെൻട്രിക്കിൾ ഓപ്പൺസ് ഇൻടു എ സാക്ക് ലൈക്ക് കോണസ് ആർട്ടീരിയോസിസ്. ഇനി വെൻട്രിക്കിൾ തുറക്കുന്നത് എങ്ങോട്ടേക്കാണെന്നാ പറയുന്നത്? ഒരു സാക്ക് പോലെയുള്ള സഞ്ചി പോലെയുള്ള കോണസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ്. എങ്ങോട്ടേക്കാണ്? കോണസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അതായത് റൈറ്റ് ഏട്രിയവുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞത് സൈനസ് വീനോസിസ്. വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരെന്താണ്? കോണസ് ആർട്ടീരിയോസിസ് എന്നാണ്. ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ഇസ് ക്യാരിഡ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി ബൈ ദ ആർട്ടറീസ്. അതായത് ഹൃദയത്തിൽ നിന്നും, മക്കളെ ഇവിടെ ഇങ്ങനെ ഉദ്ദേശിച്ചാൽ മതി, ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ ഓൾ പാർട്സ് ഓഫ് ദ ബോഡിയിൽ എത്തിക്കുന്നത്, ഓൾ ബോഡി പാർട്സ് എത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടറീസ് ആണ്. ആരാണെടാ? ആർട്ടറീസ് ആണ്. അപ്പൊ ആർട്ടറീസിന്റെ സിസ്റ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? ആർട്ടീരിയൽ സിസ്റ്റം എന്ന് വിളിക്കാം. ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ ആർട്ടറീസ് ആണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ എന്താ വിളിക്കുക? ആർട്ടീരിയൽ സിസ്റ്റം എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, നോക്കിയേ. വെയിൻസ് കളക്ട് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. അതായത് ബോഡി പാർട്സിൽ നിന്നും ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ആള് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാ മക്കളെ? വെയിൻസ് ആണ്.
അപ്പൊ വെയിൻസുമായി ബന്ധപ്പെട്ട സിസ്റ്റം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വീനസ് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ ഇവിടെ രണ്ട് സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു, ആർട്ടീരിയൽ സിസ്റ്റവും പറഞ്ഞു, വീനസ് സിസ്റ്റവും പറഞ്ഞു. ആർട്ടീരിയൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചിരിക്കുക, ഹാർട്ടിൽ നിന്നും ബ്ലഡ് ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. വീനസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ടു ഹാർട്ട് എന്നുള്ള കേസാണ്. ഓക്കെ, ഇനി സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ. ലിവറും ഇൻഡസ്റ്റൈനും കൂടെ ചേർന്നിട്ട് എന്താണ് ഒരു സ്പെഷ്യൽ വീനസ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരൊക്കെ, കിഡ്നിയും ലോവർ പാർട്സ് ഓഫ് ദ ബോഡിയും കൂടെ ചേർന്നിട്ടും ഒരു സ്പെഷ്യൽ വീനസ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. മക്കളെ ഇപ്പൊ നിങ്ങൾ രണ്ട് സിസ്റ്റം പഠിച്ചില്ലേ, ആർട്ടീരിയൽ സിസ്റ്റം വീനസ് സിസ്റ്റവും പഠിച്ചു. ഈ വീനസ് സിസ്റ്റത്തിൽ തന്നെ സ്പെഷ്യൽ വീനസ് സിസ്റ്റം ഉണ്ട്. ആ സ്പെഷ്യൽ വീനസ് സിസ്റ്റം കാണിക്കുന്ന രണ്ട് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പെഷ്യൽ വീനസ് സിസ്റ്റം ആരൊക്കെ തങ്ങളിലാണെന്നറിയോ, ലിവറും ഇൻഡസ്റ്റൈനും തങ്ങളിൽ. ഓക്കെ, ഒരു സ്പെഷ്യൽ വീനസ് സിസ്റ്റം ആരൊക്കെ തങ്ങളിലാണ്, ബിറ്റ്വീൻ ദ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ. ഇതൊരു സ്പെഷ്യൽ വീനസ് കണക്ഷൻ ആണ്. ഇനി അടുത്തൊരു വീനസ് കണക്ഷൻ കാണിക്കുന്ന ആരൊക്കെ തങ്ങളില, കിഡ്നി ലോവർ ബോഡി പാർട്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്ന്, ഇത് രണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ലിവറും ഇൻഡസ്റ്റൈനും തങ്ങളിൽ ഒരു വീനസ് കണക്ഷൻ, സ്പെഷ്യൽ വീനസ് കണക്ഷൻ ഉണ്ട്. അടുത്തത് കിഡ്നിയും ലോവർ ബോഡി പാർട്സും തങ്ങളിൽ ഒരു സ്പെഷ്യൽ വീനസ് കണക്ഷൻ ഉണ്ട്. ഇതിനെല്ലാം പേരുണ്ടേ, പേരും കൂടെ നമുക്ക് പഠിക്കാം. ദ ഫോമർ ഈസ് കോൾഡ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അതായത് ഇവിടെ ആദ്യം പറഞ്ഞത് പറഞ്ഞ ആരൊക്കെ തങ്ങളില, ലിവറും ഇൻഡസ്റ്റൈനും തങ്ങളിലുള്ള വീനസ് കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയാം. രണ്ടാമത് നമ്മൾ പറഞ്ഞ ലാറ്റർ ഇസ് കോൾഡ് റീനൽ പോർട്ടൽ സിസ്റ്റം. രണ്ടാമത് പറഞ്ഞ ആരൊക്കെ തങ്ങളിലാണ്, കിഡ്നിയും ലോവർ പാർട്സ് ഓഫ് ദ ബോഡി അല്ലേ, ലോവർ ബോഡി പാർട്സും തങ്ങളിൽ എന്തോ ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്, ഒരു സ്പെഷ്യൽ വീനസ് കണക്ഷൻ. അതിനെ വിളിക്കുന്ന പേര് റീനൽ പോർട്ടൽ സിസ്റ്റം. അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് എന്താണ് റീനൽ പോർട്ടൽ സിസ്റ്റം, എന്താണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം? മക്കളെ ഹെപ്പാറ്റിക് എന്ന വാക്ക് എന്തുമായി ഓർത്തു വെച്ചിരിക്കുക, ലിവർ ആണ് കേട്ടോ, ലിവറുമായി ബന്ധപ്പെട്ടാണ് ഹെപ്പാറ്റിക് പറയാ. റീനൽ എന്ന വാക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ടാ പറയാ. അപ്പൊ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരൊക്കെ തങ്ങളിലുള്ള വീനസ് കണക്ഷൻ ആണ്, സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ. റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ കിഡ്നി ആൻഡ് ദ ലോവർ ബോഡി പാർട്സ്. ഓക്കെ, ശരി. അടുത്ത് നോക്കുക, ദ ബ്ലഡ് ഇസ് കമ്പോസ്ഡ് ഓഫ് പ്ലാസ്മ ആൻഡ് സെൽസ്. നമ്മളെ പോലൊക്കെ തന്നെയാണ് ഇവരുടെ കേസിൽ. ബ്ലഡിനകത്ത് എന്തൊക്കെയുണ്ട്, പ്ലാസ്മയും ഉണ്ട്, സെല്ലുകളും ഉണ്ട്, ബ്ലഡ് സെല്ലുകളും ഉണ്ട്. ബ്ലഡ് സെല്ലുകൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്നിവയാണ്. ഓക്കെ അല്ലേ? RBCയുടെ പ്രത്യേകത, ഇവരുടെ RBC, ഫ്രോഗിന്റെ കേസിൽ RBCസിന്റെ പ്രത്യേകത പഠിച്ചു വെച്ചേക്കുക, ദേ ആർ ന്യൂക്ലിയേറ്റഡ്. അതേസമയം മാമൽസിന്റെ കേസിൽ RBC എന്താണ്, ന്യൂക്ലിയേറ്റഡ് ആണ്, ന്യൂക്ലിയസ് ഇല്ല നമുക്ക് മാമൽസിന്റെ കേസിൽ. അതേസമയം ഫ്രോഗിന്റെ കേസിൽ RBCക്ക് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് പിഗ്മെന്റ് ആയ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡിന് ഏത് നിറമാണ്, റെഡ് കളറാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു കേസിൽ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടത്, അവരുടെ ഏത് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ച് ഓർത്തു വെച്ചിരിക്കേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ഫ്രോഗിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്, വിസർജന വ്യവസ്ഥയെ കുറിച്ച് നോക്കാം. The excretory system consists of a pair of kidneys, ureters, cloaca and urinary bladder. അതായത് ഇവരുടെ കേസിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാ, ഫ്രോഗിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഭാഗങ്ങളാണ്, ഒരു പേര് കിഡ്നീസ് ഉണ്ടാകും, യൂറീറ്റർ കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബാണ് അല്ലേ, യൂറീറ്റേഴ്സ് ഉണ്ടാകും, പിന്നെ ക്ലോയാക്ക എന്ന് പറഞ്ഞൊരു ചേംബർ ഉണ്ട്, പിന്നെ ഏതുണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ടായിരിക്കും. Each kidney is composed of several structural and functional units called uriniferous tubules or nephrons. ഇവിടെ നിന്നും വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് കിഡ്നിയുടെ യൂണിറ്റ് അറിയപ്പെടുന്ന പേര്? നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ യൂണിറ്റിനെ ന്യൂറോണുകൾ എന്ന് വിളിക്കുന്നത് പോലെ ഈ പറയുന്ന കിഡ്നിയുടെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാ മക്കളെ നെഫ്രോൺ എന്ന് പറയാം. അപ്പൊ ഫ്രോഗിന്റെ കേസിലും കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് മക്കളെ എന്ത്, നെഫ്രോണുകൾ, അല്ലെങ്കിൽ യൂറിനിഫെറസ് ട്യൂബ്യൂളുകൾ എന്ന് പറയാം. ഓക്കെ, യൂറിനിഫെറസ് ട്യൂബ്യൂളുകൾ അല്ലെങ്കിൽ നെഫ്രോൺസ് ആണ് കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. 2 ureters emerge from the kidneys in the male frog. ഈ പറയുന്ന മെയിൽ ഫ്രോഗിന്റെ കേസ് നമ്മൾ ആൺതവള പെൺതവള എന്നിങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിൽ ഫ്രോഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നോക്കിയടാ, 2 ureters emerge from the kidneys in the male frog. മെയിൽ ഫ്രോഗില് അവരുടെ ഓരോ കിഡ്നിയിൽ നിന്നും ഓരോ യൂറീറ്റേഴ്സ് വെച്ച് എറൈസ് ചെയ്ത് വരുന്നുണ്ട്.
The ureters act as urinogenital duct which opens into the cloaca. മെയിൽ ഫ്രോഗിന്റെ കേസിൽ യുറീറ്റേഴ്സിനെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് അറിയാമോ? യൂറിനോജെനിറ്റൽ ഡക്ട് എന്നാണ്. അതായത് മെയിൽ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ആൺതവളകളാണ്. ആൺതവളകളുടെ കേസിൽ യുറീറ്റർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, കിഡ്നിയിൽ നിന്നും വരുന്ന യൂറിൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്യൂബാണ് യുറീറ്റർ. പക്ഷെ മെയിൽ തവളകളുടെ കേസിൽ യുറീറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു എന്നാ പറയുന്നത്? യൂറിനോജെനിറ്റൽ ഡക്ട്. മക്കളെ, യൂറിനോജെനിറ്റൽ ഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ആക്ട് ആസ് യൂറിനറി ഡക്ട് ആസ് വെൽ ആസ് യൂറിനറി ഡക്ട് ആയിട്ടും അവർ ആക്ട് ചെയ്യും. പ്ലസ് അവരെന്താ ആക്ട് ചെയ്യുന്ന അറിയാമോ? റീപ്രൊഡക്റ്റീവ് ഡക്ട് ആയിട്ട് അവർ ആക്ട് ചെയ്യും. ഓക്കെ, റീപ്രൊഡക്റ്റീവും അതോടൊപ്പം തന്നെ യൂറിനറി ഡക്റ്റും രണ്ടും കൂടി ചേർന്നായിട്ടുള്ള ഫംഗ്ഷനാണ് എന്തെന്ന് പറയാം? യൂറിനോജെനിറ്റൽ ഡക്ട് എന്ന് പറയാം. അപ്പൊ ഇവരുടെ മെയിൽ ഫ്രോഗിന്റെ കേസിൽ യുറീറ്ററിന് രണ്ട് ഫംഗ്ഷനാണുള്ളത്. രണ്ടായിട്ട് അവർ ആക്ട് ചെയ്യും. അതായത് യൂറിനെ കൊണ്ടുപോകാനായിട്ടും റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് സ്പോം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോം കൊണ്ടുപോകാനായിട്ടും ഇതിലൂടെ പറ്റും, യുറീറ്റേഴ്സിലൂടെ പറ്റും. അതുകൊണ്ടാണ് യുറീറ്റേഴ്സിനെ മെയിൽ ഫ്രോഗിൽ എന്തെന്നറിയപ്പെടുന്നത്? യൂറിനോജെനിറ്റൽ ഡക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഇത് വന്ന് എവിടെയാ തുറക്കുന്നത്? ഇവർ വന്ന് തുറക്കുന്ന ക്ലോയാക്ക എന്ന് പറയുന്ന ചേംബറിലേക്കാണ്. അതേസമയം ഫീമെയിൽ ഫ്രോഗിന്റെ കേസിൽ നോക്കിയടാ, ഇൻ ഫീമെയിൽസ് ദ യുറീറ്റേഴ്സ് ആൻഡ് ഓവിഡക്ട് ഓപ്പൺ സെപ്പറേറ്റ്ലി ഇൻ ദ ക്ലോയാക്ക. അതായത് ക്ലോയാക്ക എന്ന കോമൺ ചേംബറിലേക്ക് ഫീമെയിൽ ഫ്രോഗിലേക്ക് രണ്ട് കുഴലുകളാണ് വന്ന് തുറക്കുന്നത്. ഒന്ന് യൂറിൻ കൊണ്ടുവരുന്ന യുറീറ്ററും പിന്നൊന്ന് ഓവം അഥവാ എഗ്ഗ് കൊണ്ടുവരുന്ന ഓവിഡക്റ്റും. ക്ലിയർ ആയോ? ഫീമെയിൽ ഫ്രോഗിന്റെ കേസിൽ രണ്ട് കുഴലുകളാണ് ക്ലോയാക്കയിലേക്ക് തുറക്കുന്നത്. ഒന്ന് യൂറിൻ കൊണ്ടുവരുന്ന യുറീറ്ററും മറ്റൊന്ന് എഗ്ഗ് കൊണ്ടുവരുന്ന ഓവിഡക്റ്റും. അതേസമയം മെയിൽ ഫ്രോഗില് യുറീറ്റേഴ്സ് മാത്രമാണ് ക്ലോയാക്കയിലേക്ക് തുറക്കുക. യുറീറ്ററിനെ യൂറിനോജെനിറ്റൽ ഡക്ട് എന്ന് മെയിൽ ഫ്രോഗിൽ വിളിക്കാനുള്ള കാരണം അവർക്ക് ആ യുറീറ്ററിനെ തന്നെ രണ്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. യൂറിനെയും കൊണ്ടുവരാം, സ്പേമിനെയും കൊണ്ടുവരാം. ക്ലിയർ ആയോ? വ്യത്യാസം ഓർത്ത് വെച്ചേക്കണം, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത പോയിന്റ്, ദ ഫ്രോഗ് എക്സ്ക്രീറ്റ്സ് യൂറിയ. ഇവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ ചോദ്യം ഇടുവാണെങ്കിൽ, കാരണം ഇതെന്താ ഇങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാമെന്ന് മിസ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് നിന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു ക്വസ്റ്റ്യൻ കണ്ടാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത് ഇതുവരേക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരേക്കും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഭാഗങ്ങളൊന്നും നിങ്ങൾ വിടരുത്, പഠിച്ചു വെച്ചേക്കാം. അപ്പൊ നോക്കിയാലോ മക്കളെ, ദ ഫ്രോഗ് എക്സ്ക്രീറ്റ്സ് യൂറിയ. ഫ്രോഗ് എന്തിനെയാ മക്കളെ എലിമിനേറ്റ് ചെയ്യുന്നത്? ഏത് നൈട്രജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽ ആണ് അവർ എലിമിനേറ്റ് ചെയ്യണത്? യൂറിയയാണ് എലിമിനേറ്റ് ചെയ്യണത്. ഏതൊരു അനിമലാണോ യൂറിയ എലിമിനേറ്റ് ചെയ്യണത്, ആ അനിമൽ വരുന്ന വിഭാഗം, അല്ലെങ്കിൽ അവർ ഏത് അനിമൽ എന്ന് എനിക്ക് വിളിക്കാം, ദേ ആർ കോൾഡ് യൂറിയോടെലിക് ആനിമൽ. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേര് യൂറിയോടെലിക് ആനിമൽ. മറക്കരുത്. അമോണിയ ആണെങ്കിൽ അമോണോടെലിക്, യൂറിക് ആസിഡ് ആണെങ്കിൽ യൂറിക്കോടെലിക് എന്നൊക്കെ പറയാമായിരുന്നു. അത് വേറൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. പോട്ടെ, ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഫ്രോഗിന്റെ കേസിൽ അവർ എലിമിനേറ്റ് ചെയ്യുന്നത് യൂറിയയാണ്. അതുകൊണ്ട് അവരെ എന്തെന്ന് വിളിക്കാം? യൂറിയോടെലിക് ആനിമൽ എന്ന് വിളിക്കാം. അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അവരുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇവരുടെ എൻഡോക്രൈൻ സിസ്റ്റം നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താ? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ നമുക്കറിയാം, ഹ്യൂമൻ ബീങ്സിന്റെ കേസിലായാലും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഒരു ഒറ്റ സിസ്റ്റം അല്ല ചെയ്യണം, രണ്ട് സിസ്റ്റംസ് ആണ്. ഒന്ന് നെർവസ് സിസ്റ്റവും പിന്നൊന്ന് എൻഡോക്രൈൻ സിസ്റ്റവും. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റവും കൂടി ചേർന്നിട്ടാണ് ഒരു ജീവിയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ഫംഗ്ഷൻ ചെയ്യണത്. അപ്പൊ ഫ്രോഗിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിനോടൊപ്പം തന്നെ നെർവസ് സിസ്റ്റമോടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റം ചെയ്യണ ജോലി എന്താ? കെമിക്കൽ കോർഡിനേഷൻ ആണ്. നമ്മുടെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഫ്രോഗിന്റെ കേസിൽ എൻഡോക്രൈൻ സിസ്റ്റം ചെയ്യണത് എന്താണ്? കെമിക്കൽ കോർഡിനേഷൻ ആണ്. അതിനുവേണ്ടി സഹായിക്കുന്ന കെമിക്കൽ ആണ് എന്തെന്ന് പറയാം? ഹോർമോൺസ് യൂസ് ചെയ്തിട്ടല്ലേ കെമിക്കൽ കോർഡിനേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഹോർമോൺസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഹോർമോൺസിന് റിലീസ് ചെയ്യുന്നു. ഹോർമോൺസിന്റെ സഹായത്തോടു കൂടി കെമിക്കൽ കോർഡിനേഷൻ ആണ് ഫ്രോഗിന്റെ ബോഡിയിലും നടക്കുന്നത്. അപ്പൊ ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ പേര് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫ്രോഗിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ പേരാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, thyroid gland, parathyroid gland, thymus gland, pineal body, pancreatic islets, adrenals and gonads. മക്കളെ, പാൻക്രിയാറ്റിക് ഐലറ്റ്സ് എന്ന് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പാൻക്രിയാസിന്റെ ചില ഭാഗം അല്ലെങ്കിൽ ചില സെല്ലുകൾ, ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഫോർ എക്സാമ്പിൾ ഐലറ്റ്സ് ഓഫ് ലാംഗ്റാൻസ് എന്ന് പറയുന്ന സെല്ലുകൾ മാത്രമാണ്
എന്ത് ചെയ്യണത്, എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യണത്. അതുകൊണ്ടാണ് പാൻക്രിയാറ്റിക് ഐലറ്റ്സ് എന്ന് കൊടുത്തത്. പിന്നെ ഗൊനാഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, അതേതാണ്, ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളാണ്. ഫോർ എക്സാമ്പിൾ മെയിൽ ഗൊനാഡ് എന്ന് പറയുന്നത് ടെസ്റ്റിസും ഫീമെയിൽ ഗൊനാഡ് എന്ന് പറയുന്നത് ഓവറിയുമാണ്. അപ്പോൾ ഒരുമിച്ചാണ് ഇവിടെ പറഞ്ഞത് ഗൊനാഡ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി കൺട്രോൾ ആൻഡ് കോർഡിനേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഫ്രോഗിന്റെ ബോഡിയിലെ അടുത്ത സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റം ഈസ് ഓർഗനൈസ്ഡ് ഇൻടു എ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. അപ്പൊ ഇവരുടെ കേസിൽ നമുക്ക് നെർവസ് സിസ്റ്റം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത് 3 തരത്തിലാണെന്ന് പറയാം. ഏതൊക്കെയാണ്? നിങ്ങളുടെ NCERT ടെക്സ്റ്റ് പ്രകാരം ഏതൊക്കെയാ പറയണത്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് ക്രേനിയൽ നെർവും സ്പൈനൽ നെർവും. ഓട്ടോണമസ് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും. അപ്പൊ നമ്മൾ ഇതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പൊ നോക്കിയാടാ മക്കളെ, നെർവസ് സിസ്റ്റം, അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി, ഇതാണ് എളുപ്പം. നെർവസ് സിസ്റ്റം അത് നമുക്ക് പ്രധാനമായിട്ട് ഒരു 3 ടൈപ്പായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 3 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തത് സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ടാമത്തത് പെരിഫറൽ നെർവസ് സിസ്റ്റം, മൂന്നാമത്തത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ANS. ഓക്കെ അല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെയാ വരുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്നവരാണ് ബ്രെയിൻ വരുന്നുണ്ട്, പിന്നെ ഏതാ, സ്പൈനൽ കോഡ് വരുന്നുണ്ട്. ബ്രെയിൻ വരുന്നുണ്ട്, സ്പൈനൽ കോഡ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്നത് ബ്രെയിനിന്റെ നെർവിനെ വിളിക്കുന്ന പേരാട്ടോ ക്രേനിയൽ നെർവ്. ബ്രെയിനിൽ നിന്നും വരുന്ന നെർവാണ് ക്രേനിയൽ നെർവ്സ്. സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന നെർവ്സിനെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? സ്പൈനൽ നെർവ്സ്. അപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ഇത് രണ്ടുമാണ്, ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ഇനി ഓട്ടോണമസ് നെർവസ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ 2 പഠിക്കണം. ഏതൊക്കെയാണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏതിനകത്ത് വരിക? ഈ പറയുന്നവരിൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി there are 10 pairs of cranial nerves arising from the brain. വേണമെങ്കിൽ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ഇവരുടെ കേസിൽ ക്രേനിയൽ നെർവ് എത്ര പേരുണ്ട്, ഫ്രോഗിന്റെ കേസിൽ എത്ര ക്രേനിയൽ നെർവ്സ് ഉണ്ട് വേണമെങ്കിൽ ചോദിക്കാലോ. അപ്പൊ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സ് അല്ലേ മക്കളെ ക്രേനിയൽ നെർവ്സ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എത്ര ക്രേനിയൽ നെർവ്സ് വരുന്നുണ്ട്? 10 pairs of cranial nerves അറൈസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇവരുടെ ബ്രെയിൻ, ഒരു ബ്രെയിൻ ബോക്സ് അല്ലെങ്കിൽ ക്രേനിയത്തിനുള്ളിലാണ് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ബ്രെയിനെ പ്രധാനമായിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാടാ? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അപ്പൊ ബ്രെയിൻ എത്ര പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്? 3. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ വരുന്ന ഭാഗങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഫോർ ബ്രെയിനിൽ വരുന്ന ഭാഗങ്ങളാണ് ഓൾഫാക്ടറി ലോബുകൾ, പെയർഡ് ആയിട്ടുള്ള സെറിബ്രൽ ഹെമിസ്ഫിയറുകൾ, അൺപെയർഡ് ആയിട്ടുള്ള ഡയൻസെഫലോൺ. അപ്പൊ ഫോർ ബ്രെയിനിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ പാർട്ടാണ്? ഓൾഫാക്ടറി ലോബ്, പെയർഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ, അൺപെയർഡ് ആയിട്ടുള്ള ഡയൻസെഫലോൺ എന്നിവ ഫോർ ബ്രെയിനിൽ ഉൾപ്പെടുന്നു. മിഡ് ബ്രെയിൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഒരു പെയർ എന്ത് കാണാൻ പറ്റും? ഒപ്റ്റിക് ലോബുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മിഡ് ബ്രെയിനിൽ എന്തുള്ള അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു പെയർ ഒപ്റ്റിക് ലോബ് ഉണ്ട്. ഹൈൻഡ് ബ്രെയിനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് സെറിബെല്ലവും മെഡുല്ലോ ഒബ്ലോങ്കേറ്റയും. ഓക്കെ, അപ്പൊ ഹൈൻഡ് ബ്രെയിനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വരും? സെറിബെല്ലം വരുന്നുണ്ട്, മെഡുല്ലോ ഒബ്ലോങ്കേറ്റ. ക്ലിയർ അല്ലേ? അപ്പൊ ബ്രെയിനുമായി ബന്ധപ്പെടുത്തി 3 പാർട്ട്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടത് ഏതൊക്കെയാണ്? ഓൾഫാക്ടറി ലോബുകൾ ഉണ്ട്, പെയർഡ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, അൺപെയർഡ് ആയിട്ടുള്ള ഡയൻസെഫലോൺ. പേര് മാത്രം മതി, നമുക്ക് ഡീറ്റെയിലിംഗ് ഇല്ല. ഇനി മിഡ് ബ്രെയിനുമായി ബന്ധപ്പെടുത്തി ഓർത്തു വെച്ചിരിക്കേണ്ടത് ഒരു പേർ ഒപ്റ്റിക് ലോബ് ഉണ്ട്. ഹൈൻഡ് ബ്രെയിനുമായി ബന്ധപ്പെടുത്തി ഓർത്തു വെച്ചിരിക്കേണ്ടത് സെറിബെല്ലോ ഉണ്ട്, മെഡുല്ലോ ഒബ്ലോങ്കേറ്റ ഉണ്ട്. ഇനി മെഡുല്ലോ ഒബ്ലോങ്കേറ്റ passes out through the foramen magnum that continues as spinal cord which is enclosed in the vertebral column. മെഡുല്ലോ ഒബ്ലോങ്കേറ്റ ബോഡിയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് വരുന്നത് സ്പൈനൽ കോഡ് എന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം, മെഡുല്ലോയുടെ കണ്ടിന്യൂഷൻ ആണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെർട്ടിബ്രൽ കോളത്തിനകത്താണ്. അപ്പൊ മെഡുല്ലോ ഒബ്ലോങ്കേറ്റ സ്പൈനൽ കോഡായിട്ട് താഴേക്ക് വരുന്നത് എന്തിലൂടെയാണ്? ഫൊറാമൻ മാഗ്നത്തിലൂടെയാണ്.
ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ കണ്ടിന്യൂഷൻ ആരാണ്? സ്പൈനൽ കോഡ്. ആ സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത് വെർട്ടിബിൾ കോളത്തിനകത്ത്. ഇനി മെഡുല്ല ഒബ്ലോങ്കേറ്റ സ്പൈനൽ കോഡായിട്ട് മാറുന്നത്, അതായത് നമ്മുടെ സ്കള്ളിൽ നിന്ന് താഴേക്ക് വരണ്ടേ, അപ്പൊ ആ ഒരു ഭാഗം അതിന്റെ പേരാണ് ഫിറാമൻ മാഗ്നത്തിലൂടെയാണ് ഇത് സ്പൈനൽ കോഡായിട്ട് താഴേക്ക് മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്പൈനൽ കോഡ് താഴേക്ക് വരുന്നത്. ഓക്കെ, ആ പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി ഫ്രോഗിന്റെ കേസിലെ സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ മക്കളെ, ഇവിടെ സെൻസറി സിസ്റ്റം ആയിരിക്കും നമ്മൾ പറയല്ലേ, സെൻസ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രോഗിന് ഡിഫറെന്റ് ടൈപ്സ് സെൻസ് ഓർഗൻസ് ഉണ്ട്. സെൻസ് ഓർഗൻസ് പലതരത്തിൽ ആരിലുണ്ട്? ഫ്രോഗിന്റെ കേസിലുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓർഗൻസ് ഓഫ് ടച്ച്, ടച്ചുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് സെൻസറി പാപ്പില്ലേ. ടച്ചുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്? സെൻസറി പാപ്പില്ലേ. ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സ് ഉണ്ടാവും. സ്മെല്ല് മനസ്സിലാക്കാൻ വേണ്ടി നെയ്സൽ എപ്പിത്തീലിയം ഉണ്ട്. പിന്നെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കണ്ണുകളുണ്ട്. ചെവി കേൾക്കാനായിട്ട് എന്തുണ്ട്? ടിംബാനം വിത്ത് ഇന്റേണൽ ഇയേഴ്സ് അല്ലെ, ടിംബാനും അകത്തോട്ടുള്ള ഇന്റേണൽ ഇയേഴ്സും ഹിയറിങ്ങിന് സഹായിക്കും. മക്കളെ, ചെവിയുടെ ജോലി എന്ന് പറയുന്ന ഹിയറിംഗ് മാത്രമല്ല കേട്ടോ, ഇക്വിലിബ്രിയവും കൂടി ചെയ്യുന്നുണ്ട്. കണ്ണുകളുടെ പ്രത്യേകത ഒരു കേസ് ഓർത്ത് വെച്ചിരിക്കുക, സിമ്പിൾ ഐസ് ആണ് ഇവർക്ക് ഉള്ളത്. ഔട്ട് ഓഫ് ദീസ്, ഐസ് ആൻഡ് ഇന്റേണൽ ഇയേഴ്സ് ആർ വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ്. ഇത്രയും നമ്മൾ സെൻസ് ഓർഗൻസ് പറഞ്ഞതിൽ ഏറ്റവും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് ഫ്രോഗിൽ എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? ഈ പറയുന്ന ഐസും ഇന്റേണൽ ഇയേഴ്സും ആണ് കേട്ടോ. ബാക്കിയെല്ലാം, ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി ഭാഗങ്ങളൊക്കെ ഇല്ലേ, ബാക്കി സെൻസ് ഓർഗൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഭാഗങ്ങളെല്ലാം എന്താണ്? സെല്ലുലാർ അഗ്രിഗേഷൻസ് അറൌണ്ട് നെർവ് എൻഡിങ്സ് ആണ്. സോ കുറച്ച് സെല്ലുകളുടെ ഒക്കെ ഒരു കൂട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നെർവ് എൻഡിങ്സിന് ചുറ്റുമായിട്ട് വരുന്ന സെല്ലുകളുടെ കൂട്ടമൊക്കെ ആയിരിക്കും ബാക്കി ഭാഗങ്ങൾ, ബാക്കി സെൻസ് ഓർഗൻ. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഈ പറഞ്ഞ ഫ്രോഗിന്റെ ശരീരത്തിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അവരുടെ കണ്ണുകളും അതോടൊപ്പം തന്നെ അവരുടെ ചെവിയുമാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണം. ചെവി എന്ന് പറയുമ്പോൾ രണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ഹിയറിംഗും ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബോഡി ബാലൻസിങ്. കണ്ണെന്ന് പറയുമ്പോൾ സിമ്പിൾ ഐസ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം. ഇനി ഇവരുടെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. നമുക്കറിയാം സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ജീവികളല്ലേ ഇവര്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിക്കേണ്ടതായിട്ടുണ്ട്. മക്കളെ നോക്കിയേടാ, ആദ്യം നമുക്ക് നോക്കാം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ ഫ്രോഗിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കേട്ടോ അവിടെ പറയണേ. നോക്കി, male reproductive organs consisting of a pair of yellowish ovoid testes. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്നത് ഒരു പെയർ യെല്ലോയിഷ് ആയിട്ടുള്ള ഓവോയിഡ് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് ആണ് ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ലേബൽ ചെയ്യാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണേ മക്കളെ, നോക്കിയടാ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ എന്തുണ്ട്? ഓവൽ ഷേപ്പ് യെല്ലോയിഷ് ആയിട്ടുള്ള രണ്ട് ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു പെയർ അല്ലേ. ഓക്കെ, അപ്പൊ ടെസ്റ്റിസ് ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി വിച്ച് ആർ ഫൗണ്ട് അഡ്ഹിയർ ടു ദ അപ്പർ പാർട്ട് ഓഫ് ദ കിഡ്നീസ്. അതായത് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? കിഡ്നീസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാടാ മക്കളെ, അവിടെ അങ്ങനെയല്ലേ പറയണേ, വിച്ച് ആർ ഫൗണ്ട് അഡ്ഹിയർ ടു ദ അപ്പർ പാർട്ട് ഓഫ് ദ കിഡ്നീസ് ബൈ എ ഡബിൾ ഫോൾഡ് ഓഫ് പെരിറ്റോണിയം കോൾഡ് മീസോർക്കിയം. അതായത് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? കിഡ്നിയുമായിട്ട് ഇവര് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മീസോർക്കിയം വഴി അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടു കൂടി ഡബിൾ ഫോൾഡഡ് ആയിട്ടുള്ള മീസോർക്കിയം വഴി ഇവർ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? കിഡ്നിയുമായിട്ട് ഈ പറയുന്ന ഒവോയിഡ് ടെസ്റ്റിസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കിഡ്നിയുമായിട്ട് ടെസ്റ്റിസിന് എന്തോ ഉണ്ട്? ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അറ്റാച്ച് ചെയ്തിരിക്കുകയല്ലേ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത പോയിന്റ് നോക്കുക, വാസ ഇഫറൻഷ്യ are 10 to 12 in number that arise from testis. അപ്പൊ ടെസ്റ്റിസിൽ നിന്നും ഏകദേശം 10 തൊട്ട് 12 എണ്ണം ട്യൂബുലാർ സ്ട്രക്ചർ ആയിട്ടുള്ള വാസ എഫറൻഷ്യ ഉണ്ടായി വരും. അപ്പോൾ ടെസ്റ്റിസിൽ നിന്നും ഫോം ചെയ്ത ട്യൂബുലാർ സ്ട്രക്ചർ ആണ് വാസ എഫറൻഷ്യ. ഏകദേശം 10 തൊട്ട് 12 എണ്ണം ഉണ്ടാവും. അവര് ഈ വാസ എഫറൻഷ്യ കിഡ്നിക്കകത്തേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ടെസ്റ്റിസിൽ നിന്നും വാസ എഫറൻഷ്യ എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും? കിഡ്നിക്കകത്തേക്ക് എൻ്റർ ചെയ്യും. എന്നേച്ച് എന്ത് ചെയ്യും? അവരൊരു കനാലിനകത്തേക്കാണ് ഓപ്പൺ ചെയ്യണത്. ആ കനാലിന്റെ പേരാണ് ബിഡേഴ്സ് കനാൽ. അപ്പൊ ഏത് ജീവിയിലാണ് ബിഡേഴ്സ് കനാൽ കാണുക? മെയിൽ ഫ്രോഗിന്റെ കേസിലല്ലേ നമ്മൾ പറയുന്നത് ബിഡേഴ്സ് കനാൽ. അപ്പോ ടെസ്റ്റിസിൽ നിന്നും വരുന്ന ട്യൂബ് വാസ എഫറൻഷ്യ, അത് ഏതിനകത്ത് എൻ്റർ ചെയ്യും? കിഡ്നിക്കകത്ത് ഒരു കനാലിലേക്കല്ലേ ചെല്ലുന്നേ. അതിന്റെ പേരെന്താ? ബിഡേഴ്സ് കനാൽ. Finally, it communicates with the urinogenital duct that comes out of the kidneys and opens into the cloaca. എന്നിട്ട് എന്താ ചെയ്യുക? അവിടെ നിന്നും ഈ പറഞ്ഞ കിഡ്നിക്കകത്ത് ആ ഒരു ബിഡേഴ്സ് കനാലിലെത്തി അവിടെ നിന്നും അതിന് എങ്ങോട്ടേക്ക് കയറും എന്നാ പറയണേ? അവര് എവിടെ വന്ന് ജോയിൻ ചെയ്യും? യൂറിനോജെനിറ്റൽ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യും.
ഓക്കെ, ഈ യൂറിനോജെനിറ്റൽ ഡക്ട് എവിടേക്ക് വരുവാണ്? ക്ലോയാക്കയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ടെസ്റ്റിസിൽ നിന്നും വാസ എഫറൻഷ്യ കിഡ്നിക്കകത്തുള്ള ബിഡേഴ്സ് കനാൽ, അവിടെ നിന്നും യൂറിനോജെനിറ്റൽ ഡക്ട്, അവിടെ നിന്നും അത് ക്ലോയാക്ക. ഓക്കെ, the cloaca is a small median chamber that is used to pass fecal matter, urine and sperms to the exterior. Important ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എത്തി. ക്ലോയാക്കയുടെ ഫംഗ്ഷൻ എന്താ മക്കളെ? ക്ലോയാക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയിട്ട് അൺഡൈജസ്റ്റഡ് ഫുഡ് വന്ന് ചേരുന്ന ഭാഗം ക്ലോയാക്ക, അതൊരു കേസ് പഠിച്ചു. ഇവിടുത്തെ കേസിൽ നിങ്ങൾ നോക്കിയാൽ സ്പേം വന്ന് ചേരുന്നതും യൂറിൻ വന്ന് ചേരുന്നത് എവിടെ തന്നെ? ക്ലോയാക്കയിലേക്കല്ലയോ? അപ്പൊ ഈ പറയുന്ന കോമൺ ചേംബർ ഇവിടെ ആരാ? ക്ലോയാക്കയാണ് കേട്ടോ. ഫ്രോഗിന്റെ കേസിൽ എല്ലാം വാങ്ങിക്കുന്ന ഒരു കോമൺ ചേംബർ എന്ന് വേണമെങ്കിൽ പറയാം. ആരൊക്കെ? അൺഡൈജസ്റ്റഡ് വേസ്റ്റ്, സ്പേം, യൂറിൻ, ഇതെല്ലാം പുറത്തേക്ക് പാസ്സാവുന്നത് അല്ലെങ്കിൽ പാസ് ഔട്ട് ചെയ്യണത് ആരാണ്? ഈ പറയുന്ന ക്ലോയാക്ക വഴിയാണ്. ക്ലിയർ അല്ലേ? ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. ഫീമെയിൽ ഫ്രോഗുമായി ബന്ധപ്പെടുത്തിയിട്ടല്ലേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു പെയർ ഓവറീസ് ആണുള്ളത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു പെയർ എന്താ ഉള്ളത്? ടെസ്റ്റിസ് അല്ലായിരുന്നോ? അപ്പൊ ഇവിടെ നോക്കുക, ഒരു പെയർ ഓവറീസ് ആണുള്ളത്. ഓവറീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കിഡ്നിക്ക് അടുത്തായിട്ടാണ്. ഒരിക്കലും കിഡ്നിയായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റും ഇല്ല അവിടെ. കിഡ്നിക്ക് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത് ഓവറി, പക്ഷെ കിഡ്നിയുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? അറ്റാച്ച്ഡ് അല്ല. അത് ഓർത്ത് വെച്ചേക്കാം. Then a pair of oviduct is arising from the ovaries. ഓവറീസിൽ നിന്നും കുഴൽ വരുന്നുണ്ട്. ആ കുഴലുകളുടെ പേരെന്താടാ? ഓവിഡക്റ്റ് എന്നാണ്. ഓവറിയിൽ നിന്നും വരുന്ന കുഴലിന്റെ പേര് ഓവിഡക്റ്റ്. ആ ഓവിഡക്റ്റ് ഓവത്തെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ എവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു? ക്ലോയാക്കയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു. അതായത് ഇവിടെ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ, ഫീമെയിൽ ഫ്രോഗിന്റെ കേസിൽ കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറീറ്റർ ക്ലോയാക്കയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഫീമെയിൽ ഫ്രോഗിന്റെ കേസിൽ ഓവറിൽ നിന്ന് വരുന്ന ഓവിഡക്റ്റും എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? ക്ലോയാക്കയിലേക്കാണ്. സെപ്പറേറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി എ മെച്യൂർ ഫീമെയിൽ ക്യാൻ ലേ 2500 to 3000 ഓവ അറ്റ് എ ടൈം. ഒരു മെച്യൂർ ഫീമെയിൽ ഫ്രോഗിന് ഏകദേശം 2500 മുതൽ 3000 ഓവ ഒരേ സമയത്ത് ലേ ചെയ്യാൻ പറ്റും. ഫെർട്ടിലൈസേഷൻ പൊതുവെ എക്സ്റ്റേണൽ. അത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം അവര് ഈ ഒരു എഗ് ലേ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ വെച്ചിട്ടാണ് അല്ലേ? അവിടെ ഒരു എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അവിടെ ഒരു മീഡിയമായ വാട്ടർ അത്രത്തോളം ആവശ്യവുമാണ്. അപ്പൊ ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ആ ഒരു എന്താ പറയുക സർവൈവബിലിറ്റി എന്ന് പറയുന്നത് അവിടെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഡേറ്റേഴ്സ് വെള്ളത്തിലുണ്ടാവും, അവർ വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, ദാറ്റ് ഈസ് അവരെ കൊന്നുകളയും. അപ്പം അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും? ഫുഡായിട്ടൊക്കെ യൂസ് ചെയ്യും. അതുകൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇനോമസ് എമൗണ്ട് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് എഗ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്രോഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫീമെയിൽ ഫ്രോഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിന്റെ എണ്ണം എന്ന് പറയുന്നത് 2500 തൊട്ട് 3000 ആണ്. ഇനി ഇവിടെ ഓർത്ത് വെച്ചിരിക്കുന്നത് ഇവരുടെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. വെള്ളം അവിടെ മീഡിയമായിട്ട് ആവശ്യമുണ്ട്. ഇനി ഇവരുടെ കേസിൽ ലാർവ ഉണ്ടല്ലോ, ഡെവലപ്മെന്റിൽ ലാർവ ഉണ്ടെങ്കിൽ അത് എങ്ങനത്തെ ഡെവലപ്മെന്റ് ആ മക്കളെ? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണേ. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ലാർവൽ സ്റ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയുള്ളതാണ്? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇവരുടെ ലാർവ അറിയപ്പെടുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടാഡ്പോൾ, പാൽമാക്രി എന്ന് നമ്മൾ പറയും അല്ലെ? ടാഡ്പോൾ. ഇനി ഈ ടാഡ്പോളിന് എന്ത് ചെയ്യും? പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും. ദാറ്റ് ഇസ് മെറ്റമോർഫോസിസ് നടക്കും. ടാഡ്പോളിന് മാറ്റം വരുന്നു. മെറ്റമോർഫോസിസ് നടന്നിട്ടാണ് ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇവരുടെ ലാർവ അറിയപ്പെടുന്ന പേര് ടാഡ്പോൾ. ടാഡ്പോളിന് എന്ത് പ്രോസസ്സാണ് നടക്കണേ? മെറ്റമോർഫോസിസ് നടന്നിട്ടാണ് ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രോഗ്. ഫ്രോഗിന്റെ ഉപയോഗം എന്താണ്? എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഫ്രോഗിന്? അതുകൂടി അറിയാം. വേണമെങ്കിൽ ഒരു പക്ഷേ ചോദ്യം വന്നാലോ? അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് പഠിച്ചേക്കാം. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രോഗ്സ് ആർ ബെനിഫിഷ്യൽ ഫോർ മാൻകൈൻഡ് ബിക്കോസ് ദേ ഈറ്റ് ഇൻസെക്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ക്രോപ്പ് അല്ലേ? അതായത് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവർ നമ്മുടെ വിളകളെ സംരക്ഷിക്കുകയല്ലേ? അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ പ്രൊട്ടക്ട് ദ ക്രോപ്പ് ബിക്കോസ് ദേ ഈറ്റ് ഇൻസെക്ട്സ്. അടുത്തത്, frogs maintain ecological balance because they serve as an important link of food chain and food web in an ecosystem. ഒരു ഇക്കോസിസ്റ്റം എടുത്താൽ അതിനകത്ത് ഭക്ഷ്യ ശൃംഖല ഉണ്ടാവും അല്ലേ? അതായത് ഫുഡ് ചെയിനും ഫുഡ് വെബും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഫുഡ് ചെയിനും ഫുഡ് വെബും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്റർകണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ഫ്രോഗ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിന്റെ കൃത്യമാർന്ന ആ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ ഫ്രോഗ് എന്ന മെമ്പർ സഹായിക്കുന്നുണ്ട്. ഇൻ സം കൺട്രീസ് ദ മസ്കുലർ
ലെഗ്സ് ഓഫ് ഫ്രോഗ് ആർ യൂസ്ഡ് ആസ് ഫുഡ് ബൈ മെൻ. അതായത് ചില രാജ്യങ്ങളിൽ ഈ പറയുന്ന ഫ്രോഗിൻ്റെ ആ ഒരു ഹൈൻഡ് ലിംബുകൾ, കാലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഫ്രോഗിൻ്റെ കാലുകൾ എങ്ങനെയുള്ളതാണ്, ലാർജർ ആണ്, മസ്കുലർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതെന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ചിലവർ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, അവരുടെ ഉപയോഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നിന്നും വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റൈറ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രോഗ് എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൂടെ? അപ്പോൾ ഇവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ മക്കളെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരെണ്ണമേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. കാരണം ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇതുവരെയും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, കാരണം പഠിക്കാനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം തൊട്ടല്ലേ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതായത് ഈ 2024 മാർച്ചിൽ നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താ ക്വസ്റ്റ്യൻ എന്ന് നോക്കി. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. ഫ്രോഗിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ലേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടുകൾ അടയാളപ്പെടുത്തുക, ലേബിൾ ചെയ്യുക. അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ മക്കളെ, ഇത് തന്നിരിക്കുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം A എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത് എന്താണ്? A എന്താടാ? ടെസ്റ്റസ് അല്ലയോ അത്? അപ്പൊ തന്നിരിക്കുന്നത് ഒന്നാമത്തത് കിട്ടി, ടെസ്റ്റസ് ആണ്. ഓക്കെ, ഇനി B പറ. B എന്ന് പറയുന്നത് കിഡ്നി അല്ലയോ? കിഡ്നിയുമായിട്ടല്ലയോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അപ്പൊ B എന്ന് പറയുന്നത് എന്താ അവിടെ? കിഡ്നിയാണ്. ദെൻ C എന്ന് പറയുമ്പോൾ കിഡ്നിയിൽ നിന്നും താഴേക്ക് വരുന്ന ട്യൂബ് എന്താ അത്? അത് യൂറിനോ ജെനീറ്റൽ ഡക്റ്റ് ആണ് അല്ലേ? യൂറിനോ ജെനീറ്റൽ ഡക്റ്റ്, അതെഴുതുക. യൂറിനോ ജെനീറ്റൽ ഡക്റ്റ്. ഇനി അടുത്തത് ഏതാ? D അല്ലേ ചോദിച്ചേക്കണേ. D എന്ന് പറയുമ്പം ഇതാണ്. D എന്ന് പറയുന്നത് എന്താ? യൂറിനറി ബ്ലാഡർ ആണ്. യൂറിനറി ബ്ലാഡർ. ഇതായിരുന്നു ചോദിച്ചെങ്കിൽ ക്ലോയാക്ക എഴുതിയേനെ. ഇത് യൂറിനറി ബ്ലാഡർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റി. 2 മാർക്ക് കയ്യിലിരുന്നു. സിമ്പിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നന്നായി പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫ്രോഗ് എന്ന് പറയുന്ന കണ്ടന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവൈസും ചെയ്തു. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കളെ, നന്നായിട്ട് പഠിക്കണേ. ഈ ഓണം എക്സാമിന് ഈ പാഠത്തു നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.